ഹായ് മക്കൾസ്, അങ്ങനെ നമ്മുടെ ഓണ എക്സാം ഒക്കെ കഴിഞ്ഞ് എല്ലാ മക്കളും നമ്മുടെ സെക്കൻഡ് ടേമിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ 6ാം ക്ലാസ്സിൽ സെക്കൻഡ് ടേമിൽ നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഈ 5ാമത്തെ കൾച്ചർ ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റീസ്, സംസ്കാരവും സാംസ്കാരിക വൈവിധ്യങ്ങളും. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ 6ാം ക്ലാസ്സിന്റെ യൂട്യൂബ് ലൈവ് ക്ലാസ്സസ് നമ്മുടെ ന്യൂട്ടൻസ് സ്റ്റാർട്ട് ചെയ്തേക്കുകയാണ്. അപ്പോൾ ക്ലാസ് കാണാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യാൻ നോക്കുക, നമ്മുടെ ഈ ഒരു ക്ലാസ്സസ് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കണം. പിന്നെ അതേപോലെ ക്ലാസ്സസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ ക്ലാസ്സുകളിലോട്ട് പോകാം. നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കൾച്ചർ ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റീസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, അത് ഓരോ ടോപ്പിക്സും നമുക്ക് ക്ലാസ്സിൽ വെച്ച് തന്നെ എന്ത് ചെയ്യണം, പഠിച്ച് പോകണം. എങ്ങനെയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതൊക്കെ ഈ പോകുന്ന പോക്കിൽ എന്ത് ചെയ്യാം, ഞാൻ അവിടെ പറഞ്ഞു തരും. അപ്പൊ എല്ലാ മക്കളും കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, അത് നോട്ട് ചെയ്ത് വെച്ച് പോകണം. ഓക്കെ, അപ്പൊ ഒന്ന് ചോദിച്ചോട്ടെ, എന്താണ് കൾച്ചർ? മലയാളത്തിൽ പറയും സംസ്കാരം എന്ന് പറയും. ഓക്കെ, ചിലപ്പോൾ നമ്മളോട് സ്കൂളിൽ ടീച്ചർമാരൊക്കെ പറയാറുണ്ട്, ഓക്കെ യെസ് ഇതെന്ത് സംസ്കാരമാണ്, ഇതൊക്കെ നിന്നെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ച് വിട്ടേക്കുന്ന കാര്യമൊക്കെയാണോ എന്നൊക്കെ ചില ടീച്ചേഴ്സ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. നമ്മൾ എന്തെങ്കിലും ക്ലാസ്സിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴായിരിക്കും ഉള്ളൂ ആ ഒരു ഡയലോഗ് നമ്മൾ കൂടുതലും കേട്ടേക്കുന്നത്. ശരിക്കും എന്താണ് ഈ കൾച്ചർ എന്ന് പറയുന്നത്, എന്താണ് ഈ സംസ്കാരം എന്ന് പറയുന്നത്, ഇതെങ്ങനെയാണ് കിട്ടുന്നത്, ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ക്ലാസ് കാണുന്ന എല്ലാ മക്കളുടെ കയ്യിലും ടെക്സ്റ്റ് ബുക്കും അതേപോലെ നോട്ട് ബുക്കും ഉണ്ടായിരിക്കണം. നമ്മൾ പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട്ബുക്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് വേണം എന്ത് ചെയ്യാനായിട്ട്, പോകാനായിട്ട്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാലോ. അപ്പൊ ചാപ്റ്ററിന്റെ ഹെഡിങ് എല്ലാ മക്കളും എഴുതി വെച്ചിട്ടുണ്ടാകും. കൾച്ചർ ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി, സംസ്കാരവും സാംസ്കാരിക വൈവിധ്യങ്ങളും എന്നാണ് ചാപ്റ്ററിന്റെ പേര്. നമ്മുടെ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ 2 സ്റ്റേറ്റ്സിലുള്ള 2 സംസ്ഥാനങ്ങളിലുള്ള കൾച്ചേഴ്സിനെ പറ്റിയിട്ട്, സംസ്കാരങ്ങളെ പറ്റിയിട്ടാണ് ആദ്യമേ പറയുന്നത്. ഏതൊക്കെയാണെന്നറിയോ, നമ്മുടെ കേരളവും അതേപോലെ തന്നെ രാജസ്ഥാനിലെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. രാജസ്ഥാൻ നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സിനിമയിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ യെസ്, അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പലരും പല സംസ്കാരത്തിലുള്ള ആളുകളാണ് എന്ന് കാണാൻ പറ്റും. ഓക്കെ, ഇത് ഈ ചേച്ചിയുടെ പോലെ ഇപ്പുറത്ത് നിൽക്കുന്ന ചേച്ചി, അതേപോലെ അപ്പുറത്ത് നിൽക്കുന്ന ചേട്ടൻ, അതേപോലെ ആയിരിക്കും അപ്പുറത്ത് നിൽക്കുന്നത്. ഓക്കെ, പിന്നെ ഈ താടി വെച്ച ചേട്ടൻ വ്യത്യാസമുണ്ട്, തലയിൽ ഒരു തലപ്പാവൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും അതിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണെന്ന് കാണാൻ പറ്റും. ഇറ്റ് ഷോസ് അവർ ഡിഫറെന്റ് കൾച്ചേഴ്സിൽ നിന്നാണ് വന്നേക്കുന്നത്, അവരുടെ ഡിഫറെന്റ് കൾച്ചറാണ് എന്നും എന്ത് ചെയ്യാൻ പറ്റും, അവരെ അറിയാനായിട്ട് പറ്റും. ഓക്കെ, ഇവര് ഡിഫറെന്റ് കൾച്ചേഴ്സിൽ നിന്ന് വന്നേക്കുന്ന ആളുകളാണ് എന്നുള്ള കാര്യം ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്കിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇതേപോലെ ഒരു കട്ടിങ് തന്നിട്ടാ. അപ്പൊ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, ആൻസർ അറിയാവുന്നവർ കമന്റ് ചെയ്യണം. ആദ്യം ആൻസർ കമന്റ് ചെയ്യുന്നത് ആരാണ് നമുക്ക് നോക്കാം. ഓക്കെ, യെസ്, ഈ കൾച്ചർ എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് ഒരു ജനറൽ ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ കാണാൻ പറ്റൂല. അത്യാവശ്യം ഈ കേക്ക് അറിയുന്നവർക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഐ നോ ഓൺലി വൺ കൾച്ചർ അല്ലെങ്കിൽ ഇറ്റ് ഈസ് അഗ്രികൾച്ചർ. കേട്ടോ, എനിക്ക് ഒരു സംസ്കാരമേ അറിയുള്ളൂ എന്ന് പറയുന്നത് അത് അഗ്രികൾച്ചർ ആണ്. എനിക്ക് ഒരു കൾച്ചർ അറിയുള്ളൂ, അത് അഗ്രികൾച്ചർ ആണ്. ഇത് പറഞ്ഞത് ആരാണ്? ഈ ഫേമസ് കോട്സ് ആരുടെയാണ്? അറിയാവുന്ന മക്കള് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. ഓക്കെ, യെസ്, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ ബുക്കിൽ കൊടുത്തേക്കുന്ന ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ തന്നേക്കുന്ന ഒരു കോട്സ് ആണ്, അല്ലെങ്കിൽ ഒരു കാര്യമാണ് ഈ പുസ്തകത്തിൽ തന്നേക്കുന്നത്, സ്റ്റാർട്ടിങ്ങിൽ തന്നേക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇന്ത്യയുടെ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും, ആ കാര്യങ്ങളാണ് നോക്കുന്നത്. ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. ഇന്ത്യ പല നിറങ്ങളും ഭാഷകളും പാരമ്പര്യങ്ങളും ഉള്ള രാജ്യമാണ്. വടക്ക് മഞ്ഞ് മൂടിയ ഹിമാലയം മുതൽ തെക്ക് കടലോരങ്ങൾ വരെ ഓരോ പ്രദേശത്തിനും തനതായ സംസ്കാരമുണ്ട്. എണ്ണമറ്റ ഉത്സവങ്ങളുടെയും സംഗീതത്തിന്റെയും നാടാണ് നമ്മുടേത്. വ്യത്യസ്തങ്ങളായ നൃത്തരൂപങ്ങൾ ഓരോന്നും നമ്മുടെ ജനങ്ങളുടെ വ്യത്യസ്തമായ കഥകൾ പറയുന്നു. എന്നിരുന്നാലും ഈ വൈവിധ്യങ്ങളുടെക്കിടയിൽ മഹത് വ്യക്തികളായ ചിന്തകരുടെയും യോദ്ധാക്കളുടെയും ജീവിത കഥകളാൽ സമ്പന്നവും ശക്തവുമായ ഐക്യബോധവും നാം പങ്കിടുന്നുണ്ട്. ഭിന്നതകളെ ഉൾക്കൊള്ളാനും വൈവിധ്യത്തിൽ ഐക്യം കണ്ടെത്താനുമുള്ള കഴിവിലാണ് നമ്മുടെ ശക്തി കുടികൊള്ളുന്നത്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ബുക്കിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ തന്നേക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് എന്തൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും, ഇന്ത്യയുടെ കൾച്ചറിനെ കുറിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വായിച്ച് കേട്ട് കഴിഞ്ഞ സമയത്ത് ഇതിന്റെ തന്നെ ഇംഗ്ലീഷും ഉണ്ടായിരുന്നു, പെട്ടെന്ന് കുറച്ചും കൂടെ മനസ്സിലാവാനായിട്ടാണ് ഞാൻ മലയാളത്തിൽ ആ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നെ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട് പരീക്ഷയ്ക്ക്, അതല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്ന ഒന്നാമത്തെ ചോദ്യം അതാണ്. ഓക്കെ, യെസ്, നോക്കിയിരിക്കുക. വാട്ട് ആർ ദ ഡൈവേഴ്സിറ്റീസ് മെൻഷൻഡ് ഹിയർ, എന്തൊക്കെ വൈവിധ്യങ്ങളാണ്
എന്നാണ് മുകളിൽ ആ ഒരു ജവഹർലാൽ നെഹ്റുവിന്റെ ആ ഒരു കോട്ടിങ്ങിൽ സൂചിപ്പിച്ചേക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോ ആൻസർ അറിയാവുന്ന കുറച്ച് പേര് ഇപ്പോ താഴത്ത് കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറിയാവുന്നവർ എന്ത് ചെയ്യണം, ഇപ്പൊ തന്നെ ഒപ്പം കമന്റ് ചെയ്ത് പോകണം. ഓക്കെ, യെസ്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ പറയുന്നു, നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ ഒന്നാമത്തെ സംഭവമാണ് ലാംഗ്വേജ് അഥവാ ഭാഷ, രണ്ടാമതാണ് കളേഴ്സ് അഥവാ നിറങ്ങൾ, മൂന്നാമത് ട്രഡീഷൻസ് അഥവാ പാരമ്പര്യം, ജോഗ്രഫി ഭൂമിശാസ്ത്രം, കൾച്ചേഴ്സ് സംസ്കാരങ്ങൾ, ഫെസ്റ്റിവൽസ് അതേപോലെ തന്നെ ഉത്സവങ്ങൾ എന്ന് പറയും, മ്യൂസിക് ആൻഡ് ഡാൻസ് സംഗീതവും അതേപോലെ നൃത്തവും, ലൈഫ് സ്റ്റോറീസ് ജീവിത കഥകൾ. ഈ പറയുന്ന ഡൈവേഴ്സിറ്റീസ് ആണ്, വൈവിധ്യങ്ങളാണ് നമ്മുടെ ഈ വായിച്ച സെക്ഷനിൽ എന്ത് ചെയ്തേക്കുന്നത്, അവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഒരു സംഭവം നമുക്ക് എക്സാമിന് തന്നിട്ട് ഒരു ആക്ടിവിറ്റി പോലെ തന്നിട്ട് ഇതിൽ എന്തൊക്കെ ഡൈവേഴ്സിറ്റീസ് ആണ് മെൻഷൻ ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിന് ചോദ്യമായിട്ട് ചോദിക്കാം. അപ്പോൾ ഈ സെക്ഷൻ ഇതേപോലെ വേണം പഠിച്ചിരിക്കാനായിട്ട്. അപ്പോൾ ഏതൊക്കെയാണ് വൈവിധ്യങ്ങൾ എന്നുള്ളത് എൻ്റെ ഒപ്പം എല്ലാവരും ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞേ. ഏതൊക്കെയാ? ലാംഗ്വേജ് അഥവാ ഭാഷ, രണ്ടാമതായിട്ട് കളേഴ്സ് അഥവാ നിറങ്ങൾ, മൂന്നാമതായിട്ട് ട്രഡീഷൻ അഥവാ പാരമ്പര്യം, ജോഗ്രഫി ഭൂമിശാസ്ത്രം, അടുത്തായിട്ട് കൾച്ചേഴ്സ് അഥവാ സംസ്കാരങ്ങൾ, പിന്നെ അതേപോലെ ഫെസ്റ്റിവൽസ് അഥവാ ഉത്സവങ്ങൾ, മ്യൂസിക് ആൻഡ് ഡാൻസ് അതായത് സംഗീതവും അതേപോലെ നൃത്തവും, ലൈഫ് സ്റ്റോറീസ് അഥവാ ജീവിതകഥകൾ. ഈ പറയുന്ന ഡൈവേഴ്സിറ്റീസ് ആണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഇനി നമ്മൾ കൾച്ചർ എന്താണെന്നുള്ളത് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. പല രീതിയിലുള്ള കൾച്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് രാജസ്ഥാനിലെ ഒരു ഫെസ്റ്റിവലിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, രാജസ്ഥാനിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു കുട്ടിയുടെ കഥയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. സോ രാജസ്ഥാനിൽ പോയേക്കുന്നവർ അല്ലെങ്കിൽ രാജസ്ഥാനിലെ കാര്യങ്ങളെ കുറിച്ചിട്ട് അറിയാന്നുള്ളവർ നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒരു എന്തെങ്കിലും ഒരു ഇമോജി ഇട്ടെ, ഒരു ആപ്പിൾ റിയാക്ഷനോ അല്ലെങ്കിൽ ഒരു ഫയർ റിയാക്ഷനോ എന്തെങ്കിലും ഒന്ന് ഇട്ടെ, രാജസ്ഥാനെ കുറിച്ചിട്ട് അറിയാം എന്നുള്ളവർ. ഓക്കെ, യെസ്. ഓക്കെ, കുറച്ച് പേരൊക്കെ കമന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോ രാജസ്ഥാനെ കുറിച്ചിട്ട് അറിയാവുന്ന കാര്യങ്ങൾ, രാജസ്ഥാനെ കുറിച്ച് നിങ്ങൾ ചിലപ്പോൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ മമ്മൂട്ടിയുടെ ഒക്കെ ഒരു സിനിമയിൽ പറയുന്നുണ്ട് രാജസ്ഥാൻ മരുഭൂമിയിലോട്ട് മണൽ കയറ്റി അയക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് രാജസ്ഥാനിലെ കൾച്ചറിനെ കുറിച്ചിട്ടാണ്, രാജസ്ഥാനിലെ ആൾക്കാരുടെ ഡ്രസ്സിങ്ങിനെയൊക്കെ കുറിച്ചിട്ടാണ്. എനിക്ക് പെട്ടെന്ന് എന്റെ മൈൻഡിലോട്ട് വന്നതെന്നറിയും, ടോവിനോന്റെ ഒരു സിനിമയുണ്ട്, കുറച്ച് പഴയ സിനിമയാ, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. കണ്ടക്ട് ഉള്ളവര് നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒന്ന് വേവ് ചെയ്ത് കാണിച്ചേ. യെസ്, ഓക്കെ. ഓക്കെ, ടോവിനോന്റെ ആ ഒരു സിനിമ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന് പറയുന്ന സിനിമയിൽ ടോവിനോ എന്ത് ചെയ്യുന്നുണ്ട്, ബുള്ളറ്റും കൊണ്ട് ആ ഒരു നടിയുടെ പേര് എനിക്ക് അറിഞ്ഞുകൊണ്ടോ, ആ ഒരു നടിയും കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, രാജസ്ഥാനിലേക്കൊക്കെ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു മലയാളിയായിട്ട് ഉള്ള ചില പ്രത്യേക സാഹചര്യങ്ങളിൽ രാജസ്ഥാനിലോട്ട് മാറി താമസിക്കേണ്ടി വന്ന ഒരു ചേട്ടന്റെ കഥ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പറയുന്നുണ്ട്. ഓക്കെ, സോ ഇത് ആ ഒരു സിനിമയിൽ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ഒരു സീനാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ ടോവിനോനെ കാണാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ തന്നെ ആ രാജസ്ഥാനിലുള്ള ആ ഒരു ചേട്ടനെ കാണാൻ പറ്റും. അപ്പൊ ആ ഒരു ചേട്ടന്റെ ഡ്രസ്സ് ഒന്ന് നോക്കി, വ്യത്യാസമില്ലേ? തലയിൽ ഒരു തലപ്പാവുണ്ട്, പിന്നെ അവർ ഇടുന്ന ആ ഒരു ഡ്രസ്സ്, നമ്മൾ മുണ്ടാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈലിന് വ്യത്യാസം ഉള്ളതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് രാജസ്ഥാനിൽ ഒരാളെന്ന് വന്ന് പറഞ്ഞ സമയത്ത് എന്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഈ ഒരു ചേട്ടനാണ് കേട്ടോ. പറയുമ്പോൾ ആൾ മലയാളിയൊക്കെ ആണെങ്കിലും ഒരു രാജസ്ഥാനി ആയിട്ടുള്ള ആളായിട്ടാണ് എന്ത് ചെയ്യുന്നത് അതിൽ കാണിക്കുന്നത്. ഇനി നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഒന്ന് കണ്ണടച്ച് കഴിയുമ്പോൾ കേരളത്തിലെ ഒരു ട്രഡീഷണൽ വെഡിങ് സീൻ നിങ്ങളൊന്ന് മനസ്സിലാലോചിക്കുക, ഒരു കല്യാണ സീൻ ഒന്ന് മനസ്സിലാലോചിക്കുക. ചെക്കനും പെണ്ണും കൂടെ ഒരു കേരളത്തിലെ ഒരു ട്രഡീഷണൽ വെഡിങ് ഒന്ന് മനസ്സിലാലോചിക്കുക. ഓക്കെ, ആലോചിച്ചിട്ടുണ്ടാവും. ഇനി രാജസ്ഥാനിലെ വെഡിങ് എങ്ങനെയായിരിക്കുള്ളൂ? വ്യത്യസ്തമായിരിക്കും. ഓക്കെ, ഇനി തമിഴ്നാട്ടിൽ എങ്ങനെയായിരിക്കും? വ്യത്യസ്തമായിരിക്കുള്ളൂ. അതിന്റെ കാരണം എന്താ? കാരണം ഓരോ സ്ഥലത്തെ കൾച്ചർ, സംസ്കാരം വ്യത്യസ്തമായിരിക്കുള്ളൂ. അതേപോലെ ആയിരിക്കും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇംഗ്ലണ്ടിൽ നടക്കുന്ന ഒരു കല്യാണം അതേപോലെ ആയിരിക്കില്ല, വ്യത്യാസം ഉണ്ടാവും. മറ്റ് യൂറോപ്യൻ കൺട്രീസിൽ ഒരു വെഡിങ് സീൻസ് ആലോചിച്ച് നോക്കി, അതും വ്യത്യാസം ഉണ്ടാവും. സോ ഓരോ സ്ഥലത്തെ കൾച്ചേഴ്സ് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ കേരളത്തിലെ ഒരു വെഡിങ് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നത് ഇതേപോലത്തെ ഒരു പിക്ചർ ആയിരിക്കുള്ളൂ. ഓക്കെ, യെസ്, ഇവരെ കുറെ പേര് കണ്ടിട്ടുള്ളവരുണ്ടാവും. ഇത് കേരളത്തിലെ ഒരു ട്രഡീഷണൽ വെഡിങ്ങിന്റെ ഒരു സീനാണ്. ഓക്കെ, അപ്പൊ ആ ചേട്ടനടുത്തേക്ക് നോക്കി, ഒരു മുണ്ടും അതേപോലെ ഒരു ഷർട്ടുമാണ്. പിന്നെ അപ്പുറത്താണെങ്കിൽ അവിടെ കേരള മോഡൽ സാരിയാണ് എന്ത് ചെയ്തേക്കുന്നത്, അത് എടുത്തേക്കുന്നത്. ഇത് നമ്മുടെ കേരള ഇവരറിയുന്നവരുണ്ടാവട്ടെ കുറച്ച് പേര്, എന്തായാലും യൂട്യൂബ് ഒക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവരറിയുന്നവരുണ്ടാവും കുറച്ച് പേര്. എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത സമയത്ത് കേരള ട്രഡീഷണൽ വെഡിങ് സെർച്ച് ചെയ്ത സമയത്ത് എനിക്ക് ഫസ്റ്റ് കിട്ടിയ പിക്ചർ ഇവരുടെ. ഓക്കെ, അപ്പോൾ ഇതാണ് കേരളത്തിലെ ഒരു വെഡിങ് സീൻ എന്ന് പറയുന്നത്. ഇത് തന്നെ രാജസ്ഥാനിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താവും, ആ ചെക്കൻ്റെ കയ്യിൽ ചിലപ്പോൾ വാളൊക്കെ ഉണ്ടാവും. ഇയാൾ എന്തിനാ കല്യാണത്തിന് വാളൊക്കെ ആയിട്ട് വന്നേക്കുന്നതായിരിക്കും ചിന്തിക്കുന്നത്, അല്ലെ? യെസ്. ഇനി രാജസ്ഥാനിൽ ഞാൻ കാണിച്ചു തരാം. നോക്കി, ആ ചെക്കൻ്റെ കയ്യിൽ വാളൊക്കെ ഉണ്ട്. കല്യാണത്തിന് എന്തിനാണ് വാൾ എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല.
അറിയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അവരുടെ ഒരു കൾച്ചർ, ഒരു സംസ്കാരത്തിന്റെ ഒരു ഭാഗമായിരിക്കുള്ളൂ ഇതേപോലത്തെ ഒരു വെഡിങ് ഡ്രസ്സ് ഒക്കെ ഇട്ട് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. നമ്മുടെ കേരളം ഇതുമായിട്ട് എൻറ്റയർലി ഡിഫറെന്റ് ഇല്ലേ. തലയിൽ ഒരു തലപ്പാവുണ്ട്, പിന്നെ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാകും ഇത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, എൻറ്റയർലി ഡിഫറെന്റ് ആണ് എന്നുള്ളത് കാണാൻ പറ്റും. ഇത് രണ്ടും രണ്ട് സ്ഥലങ്ങളിലെ രണ്ട് കൾച്ചറിനെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ സൂചിപ്പിക്കുന്നത്. ഇതുവരെയുള്ള സെക്ഷൻസ് ക്ലിയർ ആയിട്ട് മനസ്സിലായെങ്കിൽ നമ്മുടെ ചാറ്റ് ബോക്സ് ഒന്ന് ഫയർ ആക്കി എല്ലാവരും. ഇതുവരെയുള്ള സെക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ നമ്മുടെ ചാറ്റ് ബോക്സ് ഒന്ന് ഫയർ ആക്കി വേഗം 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 വേഗം. ഓക്കെ, യെസ്. അപ്പോ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഓക്കെ, യെസ്. അങ്ങനെ നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് ഓടിപ്പോകാൻ പോവുകയാണ്. അതായത് നമുക്ക് പഠിക്കാനുള്ള സെക്ഷനാണ്. ചോദ്യം അതിനു മുമ്പായിട്ട് രണ്ട് സംസ്ഥാനങ്ങളിലെ ബാക്കി കൾച്ചർ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എന്റെ ഈ സൈഡിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാജസ്ഥാനിലെ കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പുറത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ജസ്റ്റ് ഒന്ന് പിക്ചേഴ്സ് ഒന്ന് നോക്കിയിരുന്നാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യാം, പഠിക്കാം. അവിടുത്തെ പ്രധാനപ്പെട്ട ഫുഡ് ഏതൊക്കെയാണ്, പിന്നെ കലാരൂപങ്ങൾ ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് ഈ രണ്ട് സൈഡിലുള്ള പിക്ചേഴ്സ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതൽ എക്സ്പ്ലനേഷൻസ് ഒന്നും ഇതിൽ നിന്ന് ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു കുഞ്ഞു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്താണ് സംസ്കാരം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ ഡെഫിനേഷൻസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പഠിപ്പിക്കും. ഇപ്പൊ ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് സ്റ്റാർട്ടിങ്ങിൽ ഇത്രയും നേരത്തെ സെക്ഷൻ. ഓക്കെ, ഇനി നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്യാനായിട്ട് ബാക്കിയുണ്ടെങ്കിൽ വേഗം ഒന്ന് ലൈക്ക് ചെയ്തേ ഫാസ്റ്റ്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ചേട്ടൻ. അപ്പോൾ ഈ ചേട്ടന്റെ ഡ്രസ്സ് നോക്കി. ഈ ചേട്ടൻ രാജസ്ഥാനിലുള്ളൊരു ചേട്ടനാണ്. ഈ ചേട്ടന്റെ തലയിൽ നോക്കി കഴിഞ്ഞാൽ ഈ തലപ്പാവ് കാണാൻ പറ്റും. ആ ചേട്ടന്റെ ഷർട്ട് ഇപ്പോൾ സാധാരണ നമ്മുടെ പോലെ തന്നെ, പക്ഷേ ആ ഒരു കൈയൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ അതേപോലെ നമ്മളിവിടെ മുണ്ടെടുക്കുന്നതിന് പകരം ആ ചേട്ടൻ കൊടുത്തേക്കുന്ന സംഭവം നോക്കി വ്യത്യാസമില്ലേ. സോ ഇതാണ് രാജസ്ഥാനിലെയും കേരളത്തിലെയും ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽസ് തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ എന്നിരുന്നാലും കേരളത്തിലെയും അതേപോലെ രാജസ്ഥാനിലെയും ചില കാര്യങ്ങൾ തമ്മിൽ, സംസ്കാരങ്ങളും അതേപോലെ ഡൈവേഴ്സിറ്റീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ചില കാര്യങ്ങളിൽ സാമ്യമുള്ളതായിട്ട് കാണാൻ പറ്റും. അതെന്തൊക്കെയാണ്? ഓക്കെ, പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കാം. കേരളത്തിലെ ഓണത്തോട് സാമ്യമുള്ള എന്തെല്ലാം സവിശേഷതകളാണ് രാജസ്ഥാനിലെ തീജ് ആഘോഷത്തിന് ഉള്ളത്? ഓക്കെ, വാട്ട് ഓൾ സിമിലർ ഫീച്ചേഴ്സ് ആർ ദർ ബിറ്റ്വീൻ ദ ഓണം ഫെസ്റ്റിവൽ ഇൻ കേരള ആൻഡ് തീജ് ഫെസ്റ്റിവൽ ഇൻ രാജസ്ഥാൻ? എന്തൊക്കെയാണ് സാമ്യമുള്ളത് നോക്കാം. ഓക്കെ, അപ്പോ പരീക്ഷയ്ക്ക് ഇതേപോലെ തന്നെ ചോദിക്കാം. കേരളത്തിൽ നോക്കി ഓണത്തോട് സാമ്യമുള്ള ചില സവിശേഷതകൾ നമ്മുടെ തീജ് ആഘോഷത്തിന് ഉണ്ട്. ഓക്കെ, ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മളോട് തരും. അതിനുശേഷം ഇതിന്റെ അടിയിൽ നമ്മളോട് എന്ത് ചെയ്യാം, സബ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. എന്തൊക്കെ സിമിലാരിറ്റീസ് ആണ് ഇതിന് ഉള്ളത്, പിന്നെ അതേപോലെ തന്നെ കേരളത്തിലെയും അത് ഇവിടുത്തെ രണ്ട് കൾച്ചർ അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റീസ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നും പറഞ്ഞിട്ട് എഴുതാനായിട്ട് ചോദിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് എഴുതാൻ പറ്റണം. എന്ത് എഴുതണം എന്നുള്ളത് ഇപ്പൊ ഞാൻ പറഞ്ഞുതരും, ശ്രദ്ധിച്ചിരുന്നു. ഒന്ന്, സ്വിങ്സ് ആർ പുട്ട് അപ്പ് ഡ്യൂറിംഗ് ദ ബോത്ത് ഫെസ്റ്റിവൽ. രണ്ട് ഉത്സവങ്ങളിലും ഊഞ്ഞാലുകൾ സ്ഥാപിക്കാറുണ്ട്. ഫസ്റ്റ് പോയിന്റ് ആണ്, രണ്ട് ഉത്സവങ്ങളിൽ എന്ത് സ്ഥാപിക്കാറുണ്ട്, അവിടെ ഊഞ്ഞാലുകൾ സ്ഥാപിക്കാറുണ്ട്. ഓക്കെ, യെസ്. പിന്നെ വേറൊരു സംഭവമാണ്, ഞാൻ ഇപ്പൊ ഇത് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഈ ചേട്ടന്റെ ചെരുപ്പ് നോക്കി. നമ്മുടെ കേരളത്തിലത്തെ പോലെയാണോ? കേരളത്തിലെ ആൾക്കാർ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ചെരുപ്പുകളാണോ ഉപയോഗിച്ചേക്കുന്നത്? അല്ല, അതും വ്യത്യാസമുണ്ട്. ഓക്കെ, ഈ രാജാക്കന്മാരൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു ചെരുപ്പാണ്. ഇനി രണ്ടാമതായിട്ട് സെലിബ്രേറ്റഡ് അറൌണ്ട് ദ സെയിം ടൈം. ഏകദേശം ഒരേ മാസങ്ങളിലാണ് ഇത് ആഘോഷിക്കാറുള്ളത്. നമ്മളാണെന്നുണ്ടെങ്കിൽ അവിടെ ചിങ്ങം, അതല്ലെങ്കിൽ ചിങ്ങമാസം എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോ സെലിബ്രേറ്റഡ് അറൌണ്ട് ദ സെയിം ടൈം, മന്ത് ഓഫ് ശ്രാവണ ആൻഡ് ചിങ്ങം. ഓക്കെ, അതായത് ഏകദേശം ഒരേ സമയത്താണ് ഇത് ആഘോഷിക്കാറുള്ളത്. ശ്രാവണ അല്ലെങ്കിൽ ചിങ്ങമാസത്തിലാണ് എന്ത് ചെയ്യാറുള്ളത്, ഇത് ആഘോഷിക്കാറുള്ളത്. അപ്പോൾ തീജ് ഫെസ്റ്റിവലും അതേപോലെ ഓണത്തിന്റെയും സിമിലാരിറ്റീസ് ആണ് പറയുന്നത്. ഇനി അടുത്തത്, പീപ്പിൾ വിയർ ന്യൂ ട്രഡീഷണൽ ക്ലോത്ത്സ്. ഓക്കെ, നമ്മുടെ ബാക്കി ഫെസ്റ്റിവൽസ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരേപോലത്തെ ഡ്രസ്സുകൾ, ദാറ്റ് മീൻസ് കുറച്ച് മോഡേൺ ആയ ഡ്രസ്സുകളൊക്കെ ആയിരിക്കുള്ളൂ നമ്മുടെ മിക്ക ഫെസ്റ്റിവൽസിനും ഇടുന്നത്. പക്ഷേ ഓണത്തിന്, സ്കൂളിൽ ഓണാഘോഷത്തിനൊക്കെ പോകുമ്പോൾ ഭൂരിഭാഗം പേരും, അതല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് ഒക്കെ വരുന്നത് എങ്ങനെയായിരിക്കുള്ളൂ, ടീച്ചേഴ്സ് ഒക്കെ വരുന്നത് ചിലപ്പോൾ ഒരു സെറ്റ് സാരി, അതേപോലെ തന്നെ നമ്മുടെ സാർമാരൊക്കെ ആണെങ്കിൽ അതുവരെ ഫുൾ ടൈം പാന്റും ഇൻസേർട്ട് ഒക്കെ ചെയ്തു വന്നിരുന്ന സാർമാർ ചിലപ്പോൾ അന്നത്തെ ദിവസം എന്ത് ചെയ്തിട്ട് വരും, ഈ പറയുന്ന മുണ്ട് ഷർട്ടൊക്കെ എടുത്തിട്ടായിരിക്കുള്ളൂ വരുന്നത്. അപ്പോൾ ഈ രണ്ട് ഫെസ്റ്റിവൽസിനും ആളുകൾ ഉപയോഗിക്കുന്നത് പരമ്പരാഗത വസ്ത്രങ്ങളായിരിക്കുള്ളൂ. കഴിഞ്ഞു. ഇനി അടുത്തത്, there is a ഫീസ്റ്റിംഗ് ആൻഡ് സെലിബ്രേഷൻ വിത്ത് റിലേറ്റീവ്സ്. ബന്ധുക്കളോടൊപ്പം ആഘോഷങ്ങളും വിരുന്നും എന്ത് ചെയ്യുന്നു, നടക്കുന്നു. നമ്മുടെ ഓണം വെക്കേഷൻ നമ്മൾ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകുന്ന ആലോചിച്ചാൽ മതി. സ്വീറ്റ്സ് ആൻഡ് സ്പെഷ്യൽ ഫുഡ്സ് ആർ പ്രിപ്പയർഡ് ആൻഡ് ഷെയർഡ്. മധുര പലഹാരങ്ങളും അതേപോലെ പ്രത്യേക ഭക്ഷണങ്ങളും എന്ത് ചെയ്യുന്നു, ഇതിനായിട്ട് തയ്യാറാക്കുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഓണം സമയത്താണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ചിപ്സ്, അതേപോലെ തന്നെ ശർക്കര വരട്ടി എന്നൊക്കെ പറയും, അതൊക്കെ ഏറ്റവും കൂടുതൽ ചെലവാകുന്നത് ആ ഒരു ടൈമിലായിരിക്കുള്ളൂ. ഓക്കെ,
അത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിച്ചത്? ചില തീജ് ഫെസ്റ്റിവൽ, രാജസ്ഥാനിലെ തീജ് ഫെസ്റ്റിവലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഓണത്തിന് ചില സിമിലാരിറ്റീസ് ഉണ്ട്. അത് എന്തൊക്കെയാണ്? ഒന്ന്, 2 ആഘോഷങ്ങൾക്ക് നമ്മൾ ഊഞ്ഞാലുകളൊക്കെ കെട്ടാറുണ്ട്. രണ്ടാമത്, ഇത് ഏകദേശം ഒരേ മാസങ്ങളിലാണ് ഏകദേശം ആഘോഷിക്കാറുള്ളത്. ശ്രവണ അല്ലെങ്കിൽ അവിടെ ചിങ്ങം എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈമിൽ. പിന്നെ ഈ ഒരു 2 ആഘോഷങ്ങൾക്കിടയിലും ആളുകൾ ട്രഡീഷണൽ ഡ്രസ്, പരമ്പരാഗത വസ്ത്രങ്ങളാണ് മക്കളെ ധരിക്കാറുള്ളത്. അതേപോലെ തന്നെ ബന്ധുക്കളോടൊപ്പം ആഘോഷവും അതേപോലെ തന്നെ വിരുന്നും എന്ത് നടത്താറുണ്ട്. ലാസ്റ്റ് പോയിന്റ് ആണ്, സ്വീറ്റ്സ് ആൻഡ് ഫുഡ് ആർ പ്രിപ്പയർഡ് ആൻഡ് ഷെയർഡ്. മധുര പലഹാരങ്ങളും പ്രത്യേക ഭക്ഷണവും എന്ത് ചെയ്യുന്നു? തയ്യാറാക്കിയിട്ട് അവര് പങ്കിടുന്നു. അപ്പൊ അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണല്ലോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ? അപ്പൊ ഇതിൽ നിന്ന് ചോദ്യം എങ്ങനെയായിരിക്കും ചോദിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ ഓണവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ തീജ് ആഘോഷത്തിന് ചില സമാനതകളുണ്ട്, അല്ലെങ്കിൽ ഒരേപോലത്തെ സിമിലാരിറ്റീസ് ഉണ്ട് എന്ന് കാണാൻ പറ്റും. അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ട് അതിന്റെ അടിയിൽ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, ഇത് ചോദിക്കുന്നത്. അപ്പൊ എങ്ങനെയൊക്കെ ചോദിച്ചാലും നമുക്ക് ഈ സെക്ഷൻ കിട്ടണം കേട്ടോ. ഓക്കെ, യെസ്. അടുത്തത്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഫൗണ്ട് ഇൻ രാജസ്ഥാൻ ദാറ്റ് ആർ ഡിഫറെന്റ് ഫ്രം കേരള? നമ്മുടെ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായ എന്തെല്ലാം സവിശേഷതകളാണ് രാജസ്ഥാനിൽ കാണാനായിട്ട് പറ്റുന്നത്? നമ്മുടെ കേരളത്തെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് കാണാൻ പറ്റുന്നത് രാജസ്ഥാനിൽ? ഒന്ന്, ആ ഒരു വെഡ്ഡിംഗ് ഡ്രസ്സിന്റെ വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ഒരു വ്യത്യാസം നിങ്ങളുടെ മനസ്സിലോട്ട് വന്നില്ലേ? ഇതേപോലെ കമ്പയർ ചെയ്യുമ്പോൾ കേരളം വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നിങ്ങൾക്ക് രാജസ്ഥാനിൽ കാണാനായിട്ട് പറ്റുന്നത്? അതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. നോക്കാം. ഫെസ്റ്റിവൽസ് ലൈക്ക് തീജ്, പുഷ്കർ മേള ആൻഡ് ഗജമേള are celebrated in Rajasthan, not common in Kerala. തീജ്, പുഷ്കർ മേള, ഗജമേള തുടങ്ങിയ ഉത്സവങ്ങൾ രാജസ്ഥാനിൽ ആഘോഷിക്കപ്പെടുന്നു. എന്നാൽ കേരളത്തിൽ ഇത് സാധാരണമല്ല. ട്രഡീഷണൽ അറ്റയർ ഇൻ രാജസ്ഥാൻ, രാജസ്ഥാനിലെ പരമ്പരാഗത വസ്ത്രധാരണം. കേരളത്തിൽ അത് വ്യത്യാസം ഉണ്ടാകും. അടുത്തത്, മെൻ വിയർ, ഇതാണ് അതിന്റെ പറഞ്ഞേക്കുന്നത്, മെൻ വിയർ ടർബൻസ് ആൻഡ് കോട്ട്സ്. അതായത് പുരുഷന്മാര് തലപ്പാവും കോട്ടും എന്ത് ചെയ്യുന്നു? ധരിക്കുന്നു. മെൻസ് വിയർ ടർബൻസ് ആൻഡ് കോട്ട്സ്. വുമൻസ് വിയർ സ്കേർട്സ്, അതേപോലെ തന്നെ ചോളി, അതേപോലെ സാരീസ്. സാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജസ്ഥാനി സ്റ്റൈലുള്ള സാരി ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അതായത് സ്ത്രീകള് പാവാട, അതേപോലെ ചോളി, സാരി, ഇതൊക്കെയാണ് സ്ത്രീകൾ എന്ത് ചെയ്യാറുള്ളത്? അവിടെ ധരിക്കാറുള്ളത്. ഓക്കെ, കഴിഞ്ഞു. ഇനി ഡെസേർട്ട് കൾച്ചർ ആൻഡ് ക്ലൈമറ്റ് ഇൻഫ്ലുവൻസ് ദെയർ കസ്റ്റംസ് ആൻഡ് ഫെസ്റ്റിവൽസ്. മരുഭൂമി സംസ്കാരവും അതേപോലെ കാലാവസ്ഥയും അവരുടെ ആചാരങ്ങളെയും ഉത്സവങ്ങളെയും എന്ത് ചെയ്യാറുണ്ട്? സ്വാധീനിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ സ്ഥലങ്ങളിൽ ഒന്നാണ് രാജസ്ഥാൻ. മഴയൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അടുത്തത്, ഫോക്ക് ട്രഡീഷൻ സച്ച് ആസ് ക്യാമൽ ഫെയർ ആൻഡ് എലഫന്റ് പ്രൊസഷൻ ആർ കോമൺ. ദാറ്റ് മീൻസ് ഗജമേള, ഒട്ടകമേളകൾ, ആനഘോഷയാത്രകൾ തുടങ്ങിയ നാടോടി പാരമ്പര്യങ്ങളും എന്താ അവിടെ സർവ്വസാധാരണമാണ്. അതിന് എക്സാമ്പിൾ ആണ് അവിടെ പറഞ്ഞേക്കുന്ന ആ ഒരു ഗജമേള എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? കേരളവും ഇതും എന്താ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഇവിടെ ഉള്ളത്? ഓക്കെ, കേരളവുമായി കമ്പയർ ചെയ്യുമ്പോൾ രാജസ്ഥാനിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്. നമ്മുടെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരു പ്രാവശ്യം എൻ്റെ ഒപ്പം എന്ത് ചെയ്യുക, പറഞ്ഞു നോക്കാനായിട്ട് ശ്രമിക്കണം. ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞത്, ഫെസ്റ്റിവൽസ് ലൈക്ക് തീജ്, പുഷ്കർ മേള, ഗജമേള ആർ സെലിബ്രേറ്റഡ് ഇൻ രാജസ്ഥാൻ. അതായത് തീജ് മേള, പുഷ്കർ മേള, ഗജമേള ഇതെല്ലാം രാജസ്ഥാനിൽ സാധാരണമായിട്ട് നടക്കാറുള്ളതാണ്. കേരളത്തിൽ ഇത് സർവ്വസാധാരണം അല്ല. രണ്ടാമതായിട്ട്, ട്രഡീഷണൽ അഫയേഴ്സ് ഇൻ രാജസ്ഥാൻ. രാജസ്ഥാനിലെ പരമ്പരാഗത വസ്ത്രധാരണമാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമതായിട്ട് ആ ഒരു ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന പോയിന്റ് ആണ് മെൻസ് വിയർ ടർബൻസ് ആൻഡ് കോട്ട്സ്. അതായത് പുരുഷന്മാർ ധരിക്കുന്ന ഡ്രസ്സ് എന്തായിരിക്കുള്ളൂ? തലപ്പാവും അതേപോലെ കോട്ടും ആയിരിക്കുള്ളൂ. ഓക്കെ, അത് ഞാൻ നേരത്തെ ആ ഒരു കല്യാണ ഡ്രസ്സിലും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ടോവിനോന്റെ സിനിമയിലുള്ള ആ ഒരു ചേട്ടനും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു തലപ്പാവ് കണ്ടു നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഈ ഒരു ചേട്ടൻ ധരിച്ചേക്കുന്ന ഡ്രസ്സുകൾ നോക്കിക്കഴിഞ്ഞ് അപ്പോൾ ഈ രാജസ്ഥാനിലുള്ള ആളുകളുടെ ആ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈലും ക്ലിയർ ആണ്. ഇനി ഓക്കെ, അതിനുശേഷം മൂന്നാമത്തെ പോയിന്റ്, വുമൻസ് വിയർ സ്കേർട്സ്, ചോളീസ് ആൻഡ് സാരീസ്. രാജസ്ഥാനി സ്റ്റൈൽ സാരീസ്. ഓക്കെ, സ്ത്രീകൾ പാവാട, അതേപോലെ തന്നെ ചോളി, പിന്നെ സാരി എന്നിവയാണ് അവർ എന്ത് ചെയ്യാറുള്ളത്? ധരിക്കാറുള്ളത്. കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ്, ഡെസേർട്ട് കൾച്ചർ ആൻഡ് ക്ലൈമറ്റ് ഇൻഫ്ലുവൻസ് ദെയർ കസ്റ്റംസ് ആൻഡ് ഫെസ്റ്റിവൽസ്. മരുഭൂമി സംസ്കാരവും കാലാവസ്ഥയും അവരുടെ ആചാരങ്ങളെയും ഉത്സവങ്ങളെയും എന്ത് ചെയ്യാറുണ്ട്? സ്വാധീനിക്കാറുണ്ട്. ഒന്നും കൂടെ, മരുഭൂമി സംസ്കാരവും അതേപോലെ കാലാവസ്ഥയും അവരുടെ ആചാരങ്ങളെയും ഉത്സവങ്ങളെയും എന്ത് ചെയ്യാറുണ്ട്? സ്വാധീനിക്കാറുണ്ട്. ലാസ്റ്റ് പോയിന്റ് ആണ്,
അവിടെ ഫോക്ക് ട്രഡീഷൻസ് സച്ച് ആസ് ക്യാമൽ ഫെയർ, എലിഫന്റ് പ്രൊസഷൻ ആർ കോമൺ. അതായത് ഒട്ടകമേളകൾ, ആനഘോഷയാത്ര, അവിടെ ഗജമേള എന്നൊക്കെ പറയും, അത് സർവ്വസാധാരണമായിട്ട് അവിടെ നടക്കുന്നതാണ്. ഓക്കെ, യെസ്. ഇനി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ട് ഉള്ളത്. ഇനി ഒരു ടേബിൾ വന്നിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, അതൊന്ന് ഫില്ല് ചെയ്യാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടേബിൾ. ഒന്ന് അറിയാവുന്നവര് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്തേ. അതായത് നമ്മുടെ കേരളത്തിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഫുഡ് എന്തായിരിക്കുള്ളൂ, ക്ലോത്തിങ് എങ്ങനെയായിരിക്കും, പിന്നെ അതേപോലെ ലാംഗ്വേജ്, പിന്നെ അതേപോലെ ഫെസ്റ്റിവല്, എന്റർടൈൻമെന്റ്, മോണ്യുമെന്റ്സ്, ഇതൊക്കെ എങ്ങനെയായിരിക്കും എന്നറിയാവുന്നവര് എന്ത് ചെയ്യുക, അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യുക. അറിയാവുന്നവർ വേഗം വേഗം ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ പോസ് ചെയ്യണ്ട, അറിയാവുന്നവർ വേഗം ഒന്ന് കമന്റ് ചെയ്തേ. കേരളത്തിൽ കാണുന്ന ഫുഡ് ഏതാ? കുഴിമന്തിയാ? കേരളത്തിലെ തനതായ ഫുഡ് ഐറ്റം ആണ് ഉദ്ദേശിക്കുന്നത്. യെസ്, ഓക്കെ ഓക്കെ, കമന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കേരളത്തിൽ ഉപയോഗിക്കുന്ന ക്ലോത്തിങ് സ്റ്റൈൽസ് ഏതൊക്കെയാ? വേഗം ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ലാംഗ്വേജ് ഒന്നും എല്ലാവർക്കും അറിയാൻ പറ്റും. പിന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആഘോഷിക്കുന്ന ഫെസ്റ്റിവൽ, അതേപോലെ എന്റർടൈൻമെന്റ്, മോണ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ചില സ്മാരകങ്ങൾ, കോട്ടകൾ, കാര്യങ്ങളൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, പത്മനാഭസ്വാമി ക്ഷേത്രം എക്സാമ്പിൾ ആയിട്ട് പറയാം, ബേക്കൽ കോട്ട എക്സാമ്പിൾ ആയിട്ട് പറയാം. അതൊക്കെ മോണ്യുമെന്റ്സിന് എക്സാമ്പിളാണ്. ഓക്കെ, യെസ്. അപ്പോൾ ആൻസറുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ആൻസർ ഇവിടെ എഴുതുന്നതിന് മുൻപായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം, ഒരു പിക്ചർ ഫോമിൽ കാണിച്ചു തരാം. ഓക്കെ, യെസ്. ഇതൊന്ന് നോക്കിയേ. കേരളത്തില് ഏറ്റവും കൂടുതൽ കാണുന്ന, ദാറ്റ് മീൻസ് ബ്രേക്ക്ഫാസ്റ്റുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന സദ്യ, അതേപോലെ തന്നെ അപ്പം, സ്റ്റ്യൂ, കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് കേരളത്തിൽ സാധാരണ ഭക്ഷണ രീതിയായിട്ട് നമ്മൾ കാണാറുള്ളത്. പിന്നെ കേരളത്തിലെ ഡ്രസ്സിംഗ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ലൈവിൽ ഞാനും ഗോപി ടീച്ചറും കൂടെ കയറിയതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും മുണ്ട് ഇതിൽ കാണാൻ പറ്റൂല. മുണ്ടും അതേപോലെ തന്നെ നേരിയതും എന്ന് പറയുന്നത് ഞാൻ ഈ തോളത്തിട്ടേക്കുന്നത് ഈ സാധനമാണെന്ന് പറയുന്നത്, ഇവിടെ നേരിയത് എന്ന് പറയുന്നത് അതും, പിന്നെ അതേപോലെ തന്നെ അവിടെ കസവ് സാരിയുമാണ് കേരളത്തിലെ ട്രഡീഷണൽ ഡ്രസ്സിംഗ് സ്റ്റൈൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ അടുത്തായിട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഭാഷ ഏതാ? അവിടെ സാധാരണ പറഞ്ഞോ എല്ലാവർക്കും അറിയാവുന്നത് പോലെ സുരാജ് പാടുന്നില്ലേ മലയാളം, അതാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷയായിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളാണ് ഏതൊക്കെ? ഓണം, അതേപോലെ വിഷു തുടങ്ങിയ ആഘോഷങ്ങളാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ, അത് മാത്രമല്ല പിന്നെ അതേപോലെ തന്നെ എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസ് ആയിട്ട് പറയുന്ന മെയിൻ എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസിൽ ഒന്നാണ്, പല എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് ഇത് വള്ളംകളി എന്ന് പറയുന്നത് കേട്ടോ. വള്ളംകളി, അതേപോലെ തന്നെ ബോട്ട് റേസ്, ഇതെല്ലാം കേരളത്തിലെ ഈ വിഭാഗത്തിൽ പെടുത്താവുന്ന എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസ് ഒക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ അതിലൊരു സംഭവം ഉണ്ടായി, മോണ്യുമെന്റ്സ്. ഞാൻ പിക്ചർ ആഡ് ചെയ്തിട്ടില്ല. നമ്മുടെ പത്മനാഭസ്വാമി ടെമ്പിൾ ക്ഷേത്രം, പിന്നെ അതേപോലെ ബേക്കൽ കോട്ടയൊക്കെ അതിൽ എന്ത് ചെയ്യാം, എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ്. അപ്പോൾ ഒപ്പം ഒന്ന് എഴുതി പോയിക്കോളുക. മെയിൻ ആയിട്ട് ഇവിടെ ഫുഡ് ഐറ്റംസിൽ കാണാൻ പറ്റുന്നതാണ് ഏതൊക്കെ? ഈ പറയുന്ന അപ്പം ആൻഡ് സ്റ്റ്യൂ, പിന്നെ അതേപോലെ തന്നെ എന്ത് പറയാൻ പറ്റും, സദ്യ പറയാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ അതേപോലെ അടുത്തത് ക്ലോത്തിങ്ങിൽ മെയിൻ ആയിട്ട് ഏതാ പറയാ? ഈ പറയുന്ന മുണ്ട് ആൻഡ് നേരിയത്, പിന്നെ അതേപോലെ തന്നെ കസവ് സാരി, ഇതെല്ലാം ഏതിൽ പറയാൻ പറ്റുന്നതാ? കേരളത്തിലെ ക്ലോത്തിങ് സ്റ്റൈലാ. പിന്നെ ലാംഗ്വേജിൽ പറയാൻ പറ്റുന്നതാണ് ഏത്? മലയാളം. ഫെസ്റ്റിവലിൽ ഞാനിപ്പോ 2 എണ്ണം പറഞ്ഞു തന്നല്ലോ, ഏതൊക്കെയാ? ഇനി ഇതല്ല, നിങ്ങൾക്ക് അറിയാവുന്ന വേറെ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന 2 ഫെസ്റ്റിവൽസ് ആണ് ഏതൊക്കെ? ഓണം, അതേപോലെ തന്നെ വിഷു എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഈസ് എന്റർടൈൻമെന്റ്. അപ്പോൾ എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസിൽ ഏതൊക്കെ കാര്യങ്ങൾ വരും? എന്റർടൈൻമെന്റിൽ മെയിൻ ആയിട്ട് 2 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് ഈ പറയുന്ന വള്ളം കളി പിക്ചർ ഞാൻ കാണിച്ചു തന്നിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഒരെണ്ണമാണ് ഏതാ? ബോട്ട് റേസ് എന്ന് പറയുന്നത്. ഓക്കെ, വള്ളംകളി, ബോട്ട് റേസ് രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ മോണ്യുമെന്റ്സിലുള്ളതാണ് ഒന്നാമതായിട്ട് അവിടെ ബേക്കൽ ഫോർട്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ വേണമെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, എക്സാമ്പിൾ ആയിട്ട് പറയാം. ബാക്കി കോട്ടകളും എന്ത് ചെയ്യാം, എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇനി ഇതൊന്നും അല്ല, നിങ്ങൾക്ക് അറിയാവുന്ന ബാക്കി കാര്യങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ മാർക്കൊക്കെ കിട്ടും. ഓക്കെ, സോ ക്ലിയർ ആണല്ലോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ? അപ്പോൾ കേരളത്തിലെ ആ ഒരു സെക്ഷൻസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകും. ആ ഒരു മാപ്പ് അവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ സെക്ഷൻസ് എന്ത് ചെയ്തേക്കുക, അവിടെ ഒന്ന് നോക്കിയേക്കുക. അതായത് കേരളത്തിലെ ഈ പറയുന്ന ഫുഡും, അതേപോലെ തന്നെ ക്ലോത്തിങ്, ലാംഗ്വേജ്, ഫെസ്റ്റിവൽ, എന്റർടൈൻമെന്റ്, മോണ്യുമെന്റ്സ്,
അപ്പുറത്ത് അതിന്റെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെ ഓരോ സെക്ഷൻസും എന്ത് ചെയ്യണം, കണക്ട് ചെയ്ത് പഠിച്ച് അവിടെ പോകാനായിട്ട് നോക്കണം കേട്ടോ. ഓക്കെ, അതിന്റെ തന്നെ മലയാളമാണ് കാണിച്ചിരിക്കുന്നത്, വീണ്ടും വായിക്കുന്നൊന്നുമില്ല. ഫുഡ്, അതേപോലെ വസ്ത്രങ്ങൾ, ഭാഷ, അതേപോലെ തന്നെ ഉത്സവം, വിനോദം, സ്മാരകങ്ങൾ എല്ലാം അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് കുറെ നേരമായല്ലോ നമ്മൾ ഈ കൾച്ചർ സംസ്കാരം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ക്ലാസ്സിൽ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് തല്ലു പിടിക്കുന്ന സമയത്ത് പറയാറുണ്ട്, നീ കാണിക്കുന്ന നിന്റെ സംസ്കാരം, ഞാൻ കാണിച്ചത് എന്റെ സംസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് ചില സിനിമയിൽ നമ്മൾ ആ ഡയലോഗുകളൊക്കെ കേട്ടിട്ടുണ്ട്. ആക്ച്വലി എന്താണ് ഈ സംസ്കാരം എന്ന് പറയുന്നത്? ഓക്കെ, നീ സംസ്കാരമില്ലാത്ത പരിപാടിയൊന്നും കാണിക്കരുത്. മനുഷ്യൻ സംസ്കാര സമ്പന്നനാണ്, ഇതൊക്കെ നമ്മൾ കുറെ സ്ഥലത്ത് കേട്ടിട്ടുണ്ട് സംസ്കാരം. അപ്പൊ ആക്ച്വലി എന്താണ് ഈ സംസ്കാരം അഥവാ കൾച്ചർ എന്നുള്ളത് നമുക്ക് നോക്കാം. The ideas, customs and social behaviors of a particular people or society. അതായത് പ്രത്യേക ആളുകളുടെയോ സമൂഹത്തിന്റെയോ ആശയങ്ങള്, ആചാരങ്ങള്, സാമൂഹിക പെരുമാറ്റം, ഇതെല്ലാം എന്താണ്, കൾച്ചറാണ്. നിങ്ങളുടെ ഒരു കൾച്ചർ ഞാൻ പറഞ്ഞു തരട്ടെ. രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മൾ ബ്രഷ് ചെയ്യുന്നു, നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് രാവിലെ എന്ത് ചെയ്യുന്നു, ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം, നമുക്ക് രാവിലെ ഓൺലൈൻ ക്ലാസ് ഉണ്ടെങ്കിൽ അതൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, നമ്മൾ ബാഗൊക്കെ ആയിട്ട് നേരെ സ്കൂളിലേക്ക് പോകുന്നു, പഠിക്കുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും എന്ത് ചെയ്യുന്നു, ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മളൊന്ന് പഠിക്കുന്നു, വീട്ടിൽ പ്രയർ ടൈം ആണെങ്കിൽ പ്രയർ, അതിനുശേഷം വീട്ടിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരിക്കുന്നു, പറ്റുമെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം ഫോൺ നോക്കുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, കിടന്നുറങ്ങുന്നു, പിറ്റേ ദിവസം രാവിലെ ഇത് എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഈ പറഞ്ഞത് നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. ഇതേപോലെ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതെന്താ, ഈ ഒരു കൾച്ചറിന്റെ ഭാഗമാണ് എന്ന് അറിയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ കൾച്ചറിന്റെ ഡെഫിനീഷൻ എന്താണ്, ചിലപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവില്ല, എന്നിരുന്നാലും നമ്മൾ ഈ ഒരു സംഭവം പഠിച്ചു വെച്ചേക്കുക. 1-2 പ്രാവശ്യം ഒന്ന് ഉറക്കം വായിക്കുക എൻ്റെ ഒപ്പം, അപ്പോഴത്തേക്ക് നമ്മൾ ഇത് പഠിച്ചു കഴിയും. ദ ഐഡിയാസ്, കസ്റ്റംസ് ആൻഡ് സോഷ്യൽ ബിഹേവിയർ ഓഫ് എ പെർട്ടിക്കുലർ പീപ്പിൾ ഓർ സൊസൈറ്റി. ഓക്കെ, അപ്പോൾ അതേപോലെ ഒന്ന് പഠിക്കുക. അതായത് പ്രത്യേക ആളുകളുടെയോ സമൂഹത്തിന്റെയോ ആശയങ്ങൾ, ആചാരങ്ങൾ, സാമൂഹിക പെരുമാറ്റം, ഇതിനെയാണ് സാധാരണ നമ്മൾ എന്ത് പറയാറുള്ളത്, അവിടെ കൾച്ചർ എന്ന് പറയാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. കൾച്ചർ ഇൻക്ലൂഡ്സ് തിങ്സ് ലൈക്ക് അവർ ഫുഡ്, ക്ലോത്ത് ആൻഡ് ലാംഗ്വേജ്. നമ്മുടെ ഭക്ഷണം, അതേപോലെ വേഷം, ഭാഷ തുടങ്ങിയവ ചേർന്നാണ് നമ്മുടെ സംസ്കാരം എന്ത് ചെയ്യുന്നത്, അവിടെ രൂപപ്പെടുന്നത്. ഓക്കെ, നമ്മളിടുന്ന നമ്മുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മളിടുന്ന യൂണിഫോം, പുറത്തു പോകുന്ന സമയത്ത് നമ്മളിടുന്ന ഡ്രസ്സിംഗ് സ്റ്റൈൽ, ഇതെല്ലാം തന്നെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇതേപോലെ തന്നെയായിരിക്കും രാജസ്ഥാനിൽ നമ്മൾ കണ്ടത്, അല്ല, എൻ്റയർലി വ്യത്യാസമുണ്ട്, അത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇനി അടുത്തത്, ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ഹൗ വി തിങ്ക് ആൻഡ് ബിഹേവ്. നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിയും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഓക്കെ, നമ്മൾ എന്ത് ചിന്തിക്കുന്നു, എന്ത് പറയുന്നു, എങ്ങനെ പെരുമാറുന്നു, ഇതെല്ലാം തന്നെ എന്താ, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ചില രീതിയിൽ നമ്മൾ ഒരാളോട് പെരുമാറുന്ന സമയത്ത് അത് ആ പറയുന്നത് അല്ലെങ്കിൽ ആ പെരുമാറിയത് അവന്റെ സംസ്കാരമാണെന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് എന്ത് ചെയ്യുന്നത്, കളിയാക്കുന്നത്. ഓക്കെ, അപ്പോ വാട്ട് ഈസ് കൾച്ചർ എന്ന് ചോദിച്ചാൽ ഈ ഒരു സെന്റൻസ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തേക്കുക, പഠിച്ചു വെച്ചേക്കുക. ദ ഐഡിയാസ്, കസ്റ്റംസ് ആൻഡ് സോഷ്യൽ ബിഹേവിയർ ഓഫ് എ പെർട്ടിക്കുലർ പീപ്പിൾ ഓർ സൊസൈറ്റി. ഒന്നും കൂടെ ഒന്നുറക്കെ പറഞ്ഞ് വീട്ടിൽ എല്ലാവരും കേൾക്കാൻ the ideas, customs and social behavior of a particular people or a society. Once again, the ideas, customs and social behavior of a particular people or a society. പ്രത്യേക ആളുകളുടെയോ സമൂഹത്തിന്റെയോ ആശയങ്ങൾ, ആചാരങ്ങൾ, സാമൂഹിക പെരുമാറ്റം, ഇതിനെയാണ് എന്ന് പറയുന്നത് അവിടെ കൾച്ചർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേക ആളുകളുടെയോ സംസ്കാരത്തിന്റെയോ സമൂഹത്തിന്റെയോ ആശയങ്ങൾ, ആചാരങ്ങൾ, സാമൂഹിക പെരുമാറ്റം, ഇതിനെയൊക്കെയാണ് എന്ന് പറയുന്നത് കൾച്ചർ അഥവാ സംസ്കാരം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൾച്ചർ ഇൻക്ലൂഡ്സ് തിങ്സ് ലൈക്ക് അവർ ഫുഡ്, ക്ലോത്ത്, ലാംഗ്വേജ്. നമ്മുടെ ഭക്ഷണവും അതേപോലെ തന്നെ നമ്മുടെ പെരുമാറ്റ രീതി, മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതാണ്, നമ്മുടെ സംസ്കാരത്തിന്റെ ഉള്ളിൽ തന്നെ വരുന്നതാണ്. ഓക്കെ, അടുത്തത്, വി ഗെറ്റ് കൾച്ചർ ഫ്രം അവർ സൊസൈറ്റി വി ആർ ബോൺ ഇൻ ടു. സമൂഹത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ നമുക്ക് പരമ്പരാഗതമായി ലഭിക്കുന്നതാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ പൂർവികരായിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെറുപ്രായം മുതൽ കണ്ടു പഠിച്ചു വരുന്ന ആളുകൾ എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്, എങ്ങനെയൊക്കെയാണ് അവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ, ഇതൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ കണ്ട് പഠിച്ചു വരുന്ന ചില കാര്യങ്ങളാണ്. സോ അതിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു സംസ്കാരം നമുക്ക് കിട്ടുന്നത്. സമൂഹത്തിലെ അംഗങ്ങൾ എന്ന നിലയ്ക്ക് നമുക്ക് പരമ്പരാഗതമായിട്ട് ലഭിക്കുന്നതാണ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്. വി ഗെറ്റ് അവർ കൾച്ചർ ഫ്രം ദ സൊസൈറ്റി വി ആർ ബോൺ into. ലാസ്റ്റ് പോയിന്റ് ആണ്, all human achievement are a part of a culture. മനുഷ്യരുടെ എല്ലാ നേട്ടങ്ങളും എന്തിന്റെ ഭാഗം തന്നെയാണ്, ഈ പറയുന്ന സംസ്കാരത്തിന്റെ ഭാഗം തന്നെയാണ്. ഓക്കെ, യെസ്. ഇനി കൾച്ചർ ഈസ് വാട്ട് മേക്സ് ഹ്യൂമൻസ് ഡിഫറെന്റ് ഫ്രം അനിമൽസ്.
സംസ്കാരമാണ് മനുഷ്യരെ മറ്റ് ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഒരു പ്രാവശ്യം കൂടെ, കൾച്ചർ ഈസ് വാട്ട് മേക്സ് ദ ഹ്യൂമൻ ഡിഫറെന്റ് ഫ്രം അനിമൽസ്. അതായത് സംസ്കാരമാണ് മനുഷ്യരെ എന്ത് ചെയ്യുന്നത്, മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. സിമ്പിൾ ആയിട്ട് ചിന്തിച്ചു നോക്കിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അടുത്തത്, എവരി വൺ ഈസ് ബോൺ ഇൻ ടു എ ഡിഫറെന്റ് കൾച്ചർ. ഓരോ വ്യക്തിയും ഓരോ സാംസ്കാരിക പശ്ചാത്തലത്തിലാണ് ജനിക്കുന്നത്. വി ലേൺ അവർ കൾച്ചർ ത്രൂ സോഷ്യലൈസേഷൻ ബൈ ഇന്ററാക്ടിങ് വിത്ത് അതേഴ്സ്. സാമൂഹികരണ പ്രക്രിയയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, വ്യക്തിയും അതേപോലെ തന്നെ സ്വന്തം സംസ്കാരവും എന്ത് ചെയ്യുന്നത്, ആർജിക്കുന്നത്. എന്താണ് സോഷ്യലൈസേഷൻ എന്നറിയോ? നമുക്ക് 8ാം ക്ലാസ് നമുക്ക് പഠിക്കാനുണ്ട് എന്താണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ ജീവിച്ചിരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മൾ സൊസൈറ്റിയിൽ ആരോട് എങ്ങനെ പെരുമാറണം, എങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത്, ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് ഇതേ രീതിയിലൂടെയാണ്. സോ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അറിഞ്ഞിരിക്കുക സാമൂഹീകരണം എന്താണ് എന്നുള്ളത്. നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, സമൂഹത്തിൽ എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ വസ്ത്രധാരണം നടത്തണം, ഇതൊക്കെ നമുക്കൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അത് മനസ്സിലാക്കി എടുക്കുന്ന രീതിയാണെന്ന് പറയുന്നത് സാമൂഹീകരണം അഥവാ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെങ്കിൽ നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒന്ന് സെറ്റ് എന്നൊന്ന് കമന്റ് ചെയ്തേ. എല്ലാവരും ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെങ്കിൽ നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒന്ന് സെറ്റ് ആണെന്ന് കമന്റ് ചെയ്തേ. യെസ്, ഓക്കെ. അപ്പോൾ നമ്മുടെ ക്ലാസ്സസ് ഓക്കെ ആണ്, ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ എന്ത് ചെയ്യാൻ നോക്കുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് വിട്ടുപോകരുത് കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് അവിടെ പറയാനായിട്ടുള്ളത് ഈ പറയുന്ന കൾച്ചറിനെ കുറിച്ചിട്ട്. ഇനി ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പ് എപ്പോഴും ചെയ്യാറുള്ള പോലെ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം കൂടെ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യും. ഒന്ന് പറഞ്ഞു നോക്കിയതിന്റെ ഒപ്പം എന്താണ് കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഐഡിയാസ്, കസ്റ്റംസ് ആൻഡ് സോഷ്യൽ ബിഹേവിയർ ഓഫ് എ പെർട്ടിക്കുലർ പീപ്പിൾ ഓർ എ സൊസൈറ്റി. പ്രത്യേക ആളുകളുടെയോ സമൂഹത്തിന്റെയോ ആശയങ്ങൾ, ആചാരങ്ങൾ, സാമൂഹിക പെരുമാറ്റം, ഇതാണെന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് കൾച്ചർ എന്ന് പറയുന്നത്. കൾച്ചറിൽ വരുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? നമ്മുടെ ഭക്ഷണം, വസ്ത്രധാരണം, ഇതെല്ലാം തന്നെ നമ്മുടെ കൾച്ചറിന്റെ ഉള്ളിൽ വരുന്നതാണ്. ഇനി ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ഹൗ വി തിങ്ക് ആൻഡ് ബിഹേവ്. നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിയും എല്ലാം തന്നെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. പിന്നെ അതേപോലെ തന്നെ സമൂഹത്തിലെ അംഗങ്ങൾ എന്ന നിലയ്ക്ക് പരമ്പരാഗതമായിട്ട് ലഭിക്കുന്നതാണ് ഇത് നമ്മുടെ സംസ്കാരം. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ്, നമ്മുടെ എല്ലാ നേട്ടങ്ങളും എന്തിന്റെ ഭാഗം തന്നെയാണ്? നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗം തന്നെയാണ്. ഈ പറയുന്ന കൾച്ചറാണ് നമ്മളെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ് ആണ് we learn our culture through the socialization interacting with others. അതായത് സാമൂഹികരണ പ്രക്രിയയിലൂടെയാണ് വ്യക്തിയും അതേപോലെ സ്വന്തം സംസ്കാരവും എന്ത് ചെയ്യുന്നത്, ആർജിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ കാര്യങ്ങളും കണ്ടുപഠിക്കുന്ന നമ്മുടെ പാരന്റ്സിന്റെ കയ്യിൽ നിന്നാണ്. മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, എന്തൊക്കെയാണ് അവർ വിളിക്കേണ്ടത്, ഡ്രസ്സിംഗ് സ്റ്റൈൽ എങ്ങനെ വേണം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പഠിക്കുന്നത് നമ്മുടെ പാരന്റ്സിൽ നിന്നാണ്. ആ പഠിച്ചെടുക്കുന്ന പ്രക്രിയയാണ് എന്ത് പറയുന്നത് അവിടെ സോഷ്യലൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ അവിടെ കൾച്ചർ എന്നുള്ളൊരു ടോപ്പിക്കിൽ പഠിക്കാനായിട്ട്. അപ്പൊ എന്താണ് കൾച്ചർ എന്നും അതുമായി ബന്ധപ്പെട്ട ഒരു 3 പോയിന്റ് എങ്കിലും ഇനിയും എന്ത് ചെയ്യണം, അവിടെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. സോ ക്ലിയർ ആയിരിക്കും ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ. അടുത്തത്, what are the components of culture and how are they classified into material and non-material culture? Important ആണ്. സെക്കൻഡ് ടൈം എക്സാമിന് ഉറപ്പ് ക്വസ്റ്റ്യൻ, വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ. അതായത് സംസ്കാരത്തിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതിൽ തന്നെ ഭൗതിക സംസ്കാരം, ഭൗതികേതര സംസ്കാരം എന്നിങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. കേൾക്കുമ്പോൾ എന്തോ വലിയ കുന്തമൊക്കെയാണെന്ന് തോന്നും. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ എന്ത് ചെയ്യാം, പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ what are the components of culture and how are they classified into material and non-material culture? സംസ്കാരത്തിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്, അവയെ ഭൗതിക സംസ്കാരം എന്നും ഭൗതികേതര സംസ്കാരം എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, യെസ്. അപ്പൊ ആദ്യമേ തന്നെ കൾച്ചർ ഇൻക്ലൂഡ് ദ തിങ്സ് ലൈക്ക് ആർട്ട്, മ്യൂസിക്, ലിറ്ററേച്ചർ, ഫിലോസഫി, റിലീജിയൻ ആൻഡ് സയൻസ്. These all are created by humans. So the culture is considered as human made. അതായത് സംസ്കാരത്തില് കലാ, സംഗീതം, സാഹിത്യം, തത്വചിന്ത, മതം, ശാസ്ത്രം തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഉൾപ്പെടുന്നു. ഇവയെല്ലാം മനുഷ്യർ സൃഷ്ടിച്ചതാണ്. അതിനാൽ സംസ്കാരത്തെ മനുഷ്യനിർമ്മിതമായിട്ട് എന്ത് ചെയ്യുന്നു, കണക്കാക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ പറയും, കൾച്ചർ ഇൻക്ലൂഡ് ദ തിങ്സ് ലൈക്ക്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പറയുന്ന സംസ്കാരത്തിൽ വരുന്നത്? ആർട്ട്, മ്യൂസിക്, ലിറ്ററേച്ചർ, ഫിലോസഫി, റിലീജിയൻ ആൻഡ് സയൻസ്. ദീസ് ഓൾ ആർ ക്രിയേറ്റഡ് ബൈ ഹ്യൂമൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സംസ്കാരം എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായിട്ടാണ് കണക്കാക്കുന്നത്. സംസ്കാരത്തിൽ കല, സംഗീതം, സാഹിത്യം, തത്വചിന്ത, മതം, ശാസ്ത്രം തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഉൾപ്പെടുന്നു. ഇവയെല്ലാം മനുഷ്യൻ സൃഷ്ടിച്ചതാണ് എന്നും എന്ത് ചെയ്യുന്നു, കരുതപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കരുതപ്പെടുന്നതല്ല, സൃഷ്ടിച്ചതാണ്. അതിനാൽ തന്നെ ഈ പറയുന്ന സംസ്കാരം എന്ന് പറയുന്നത് മനുഷ്യ സൃഷ്ടിയാണ്, അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. ഓക്കെ, യെസ്. അടുത്തത്
ഞാൻ പറഞ്ഞു കൾച്ചറിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഏതൊക്കെയാണ്? ഒന്ന് മെറ്റീരിയൽ കൾച്ചർ അഥവാ ഭൗതിക സംസ്കാരം. എന്താണെന്ന് അറിയാം ഈ ഭൗതിക സംസ്കാരം എന്ന് പറഞ്ഞാൽ? അതായത് അതിന് സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണാനും തൊടാനും ഒക്കെ ആയിട്ട് പറ്റും. ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടാകും എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കതിനെ കാണാനും തൊടാനും പറ്റി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ഭൗതിക സംസ്കാരം. ഒരു എക്സാമ്പിൾ പറഞ്ഞാട്ടെ, ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് ഇതിപ്പോൾ കാണാനും പറ്റുന്നുണ്ട് തൊടാനും പറ്റുന്നുണ്ട്, ഭൗതിക സംസ്കാരം. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങളുടെ വീട് ഒന്ന് നോക്കുക, കാണാനും പറ്റും അതേപോലെ തന്നെ തൊടാനും പറ്റും. സോ അത് എന്ത് പറയും? ഈ പറയുന്ന ഭൗതിക സംസ്കാരം. ഒരു ഹൗസ് ഹോൾഡ് ഐറ്റംസ്, വീട്ടിലുള്ള ഉപകരണങ്ങൾ എടുത്തു നോക്കുക, കാണാനും പറ്റും തൊടാനും പറ്റും. സോ അതെല്ലാം എന്താ? ഈ പറയുന്ന മെറ്റീരിയൽ കൾച്ചർ ആണ്, അല്ലെങ്കിൽ ഭൗതിക സംസ്കാരത്തിന് എക്സാമ്പിൾ ആണെന്ന് പറയാം. അപ്പൊ മറക്കണ്ട, ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും കിട്ടണം, അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഈ പറയുന്ന ഫിസിക്കൽ കൾച്ചർ അതല്ലെങ്കിൽ മെറ്റീരിയൽ കൾച്ചർ അല്ലെങ്കിൽ ഭൗതിക സംസ്കാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എന്താണ് ഭൗതിക സംസ്കാരം? നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി എഴുതിയേക്കുന്ന എന്താണെന്ന് നോക്കാം. ദിസ് ഇൻക്ലൂഡ് ദ തിങ്സ് വി ക്യാൻ സീ ആൻഡ് ടച്ച്. നമുക്ക് കാണാനും തൊടാനും പറ്റുന്ന കാര്യങ്ങളാണെന്ന് പറയുന്നത് ഭൗതിക സംസ്കാരം എന്ന് പറയുന്നത്. ലൈക്ക് ഫുഡ്, ക്ലോത്ത്സ് ആൻഡ് ഹൗസ് ഹോൾഡ് ഐറ്റംസ്. ഭക്ഷണം, വസ്ത്രങ്ങള്, വീട്ടുപകരണങ്ങൾ എന്നിവ പോലെ നമുക്ക് കാണുകയും സ്പർശിക്കാനും കഴിയുന്ന കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോ മെറ്റീരിയൽ കൾച്ചർ ഒരു കാരണവശാലും മറക്കരുത്. എന്താ മെറ്റീരിയൽ കൾച്ചർ എന്ന് ചോദിച്ചാൽ, മെറ്റീരിയൽ കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടാവും, നമുക്ക് കാണാനും തൊടാനും പറ്റും. വി ക്യാൻ സീ ആൻഡ് ടച്ച്. അത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭൗതിക സംസ്കാരം എന്ന് നമ്മൾ സിമ്പിൾ ആയിട്ട് അവിടെ പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോ ക്ലിയർ ആയിരിക്കും ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ. ഇനി എന്താണ് നോൺ മെറ്റീരിയൽ കൾച്ചർ? ഭൗതികേതര സംസ്കാരം നോക്കാം. നമുക്കത് കാണാനും തൊടാനും പറ്റൂല. അങ്ങനെയാണ് എങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? ഭൗതികേതര സംസ്കാരം. ഞാനിപ്പോ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചു. യെസ്, അപ്പോ ഒരാളെ കണ്ടു കഴിയുന്ന സമയത്ത് നമ്മൾ എങ്ങനെ വിചാരിക്കണം? അവൻ എന്താ ഡ്രസ്സിങ് സ്റ്റൈൽ ഒന്നും അത്ര പോരാ. പിന്നെ അതേപോലെ തന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു അലസനായിട്ടുള്ള ഒരു ലുക്ക് ഉണ്ട്. ഇപ്പൊ സ്വാഭാവികമായിട്ടും അത്ര ഇന്റലിജന്റ് കാര്യങ്ങളൊന്നും എന്ത് ചെയ്യണമെന്നില്ല, ആയിരിക്കണം എന്നൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്താ ഒരു ചെസ് പ്ലെയർ ഉണ്ട്, മുൻപത്തെ വേൾഡ് ചാമ്പ്യൻ ഒക്കെ ആയിരുന്നു, മാഗ്നസ് കാൾസൺ എന്ന് പറഞ്ഞിട്ട്. ഏറ്റവും കൂടുതൽ പേര് അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന് അദ്ദേഹം ചെസ് കളിക്കാൻ വരുന്ന സമയത്ത് ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും വളരെ അലസമായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അദ്ദേഹം ചെസ് കളിക്കാനായിട്ട് ഇരിക്കുന്നത്. മുടി ചിലപ്പോൾ ഇരിയിട്ടുണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ എന്താ ഇരിക്കുന്നത് തന്നെ ചിലപ്പോൾ ഇങ്ങനെ ചരിഞ്ഞത് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ പക്ഷെ എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ഒരു ഗെയിമിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആണ് മറ്റുള്ളവരെക്കാൾ. ഭയങ്കര ഓവറായിട്ട് അറ്റാക്കിങ്ങോ ഓവറായിട്ട് ഡിഫെൻഡിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്താ ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഡീൽ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് ആ ഒരു സംഭവത്തിൽ അറിയാം. അത് നമ്മളൊരു ചിന്താ രീതിയാണ് ഈ പറയുന്നത്. ഞാനിപ്പോൾ അദ്ദേഹത്തെ കുറിച്ചിട്ട് ഈ ഒരു രീതിയിൽ ചിന്തിച്ചു എന്ന് വിചാരിക്കുക. ഇത് ആർക്കെങ്കിലും കാണാനോ പറയാനായിട്ടോ പറ്റൂ, അല്ലെങ്കിൽ കാണാനോ തൊടാനായിട്ടോ പറ്റൂ? ഇല്ല. ഈ പറയുന്ന സംഭവം എന്താ, ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഈ പറയുന്ന സംഭവം ഒരു ബിലീഫ് അല്ലെങ്കിൽ ഒരു തോട്ട് എന്ന് പറയുന്നത് നോൺ മെറ്റീരിയൽ കൾച്ചറിന്റെ ഭാഗമാണ്. ഓക്കെ, മാഗ്നസ് കാൾസനെ പെട്ടെന്നൊരു എക്സാമ്പിൾ ഓർമ്മ വന്ന സമയത്ത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, യെസ്. കാരണം അന്ന് ഒരു നമ്മുടെ ന്യൂസിലൊക്കെ സമയത്ത്, ഇപ്പോഴല്ല, ഒരു 2-3 ചെസ് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് മുൻപായിട്ട് മാഗ്നസ് കാൾസന്റെ ഒപ്പോണന്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള വിശ്വനാഥൻ ആനന്ദായിരുന്നു മത്സരിച്ചുകൊണ്ടിരുന്നത്. അന്ന് പേപ്പറിലൊക്കെ ഉണ്ടായിരുന്ന വിശ്വനാഥൻ ആനന്ദാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ എത്രയോ ഡിഗ്രീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഐ തിങ്ക് ബിരുദാനന്തര ബിരുദം നേടിയതാ, ഈ PG ഒക്കെ നേടിയത് മറ്റേ ഇതിലെ MCOM മറ്റു കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു, കൊമേഴ്സിലായിരുന്നു തോന്നുന്നു. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ഡിഗ്രീസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പുറത്താണെങ്കിൽ അധികം ഓവറായിട്ടുള്ള അത്ര എഡ്യൂക്കേഷൻ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് അപ്പുറത്തെ കാൾസൺ എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ അലസഭാവമൊക്കെ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, പേപ്പറിലൊക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന സമയത്ത് അത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കാം എന്താണ് നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, this includes the things we cannot see like belief, ideas and thoughts. ഭൗതികേതര സംസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വാസങ്ങൾ, ആശയങ്ങൾ, അതേപോലെ ചിന്തകൾ എന്നിവ പോലെ നമുക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഇതിൽ എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കാണാനും തൊടാനും പറ്റാത്ത സാധനങ്ങളാണ് മെയിൻ ആയിട്ട് ഇതിൽ വരുന്നത്, നോൺ മെറ്റീരിയൽ കൾച്ചറിൽ അവിടെ വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൾച്ചറിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന എക്സാമിന് എന്തായാലും ചോദിക്കും. പഠിക്കാനും വളരെ സിമ്പിളാണ്. എന്താണ് മെറ്റീരിയൽ കൾച്ചർ? ഭൗതിക സംസ്കാരം. നമുക്ക് കാണാനും തൊടാനും പറ്റിയാൽ മെറ്റീരിയൽ കൾച്ചറാ, കാണാനും തൊടാനും പറ്റിയാൽ മെറ്റീരിയൽ കൾച്ചറാ, കാണാനും തൊടാനും പറ്റിയില്ലെങ്കിൽ നോൺ മെറ്റീരിയൽ കൾച്ചറാണ്. ക്ലിയർ ആണല്ലോ? കാണാനും തൊടാനും പറ്റിക്കഴിഞ്ഞാൽ മെറ്റീരിയൽ കൾച്ചറാണ്, കാണാനും തൊടാനും പറ്റിയില്ലെങ്കിൽ നോൺ മെറ്റീരിയൽ കൾച്ചറാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ എക്സാമ്പിൾസ് കൂടെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. ഏതൊരു സംഭവം പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാനായിട്ട് പറ്റും. ഇപ്പൊ എന്റെ ഡ്രസ്സ് മെറ്റീരിയൽ ആണോ നോൺ മെറ്റീരിയൽ ആണോ? മെറ്റീരിയൽ ആണ്.
ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, മെറ്റീരിയൽ ആണോ നോൺ മെറ്റീരിയൽ ആണോ? നോൺ മെറ്റീരിയൽ, അഭൗതികേതര സംസ്കാരമോ? അപ്പൊ ഇതേപോലെ ഓരോ സംഭവം മിക്കവാറും ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് മെറ്റീരിയൽ നോൺ മെറ്റീരിയൽ കൾച്ചറിന്റെ ഈ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്നത് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് തരും. എന്നിട്ട് നമ്മളോട് ക്ലാസിഫൈ ചെയ്ത് എഴുതാൻ പറയും. മെറ്റീരിയൽ കൾച്ചർ, നോൺ മെറ്റീരിയൽ കൾച്ചർ എന്നുള്ളത് ക്ലാസിഫൈ ചെയ്ത് നമ്മളോട് എഴുതാൻ പറയും. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? എഴുതാനായിട്ട് പറ്റണം. ഓക്കെ, യെസ്. അതെങ്ങനെ പറ്റും എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, യെസ്. അപ്പൊ നോൺ മെറ്റീരിയൽ, മെറ്റീരിയൽ മനസ്സിലാക്കണല്ലോ. കാണാനും തൊടാനും പറ്റി കഴിഞ്ഞാൽ മെറ്റീരിയൽ, ഭൗതിക സംസ്കാരം. ഇനി കാണാനും തൊടാനും പറ്റിയില്ലെങ്കിൽ നോൺ മെറ്റീരിയൽ കൾച്ചർ. ഓക്കെ, ഭൗതികേതര സംസ്കാരം എന്ന് പറയും. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഇവിടെ. ക്വസ്റ്റ്യൻ നോക്കുക. ക്ലാസിഫൈ ആൻഡ് ലിസ്റ്റ് ദ ഫോളോയിങ് ആസ് മെറ്റീരിയൽ കൾച്ചർ ആൻഡ് നോൺ മെറ്റീരിയൽ കൾച്ചർ. യു വിൽ ബി ആഡ് മോർ എക്സാമ്പിൾസ് വോണ്ട് യു. അതായത് ചുവടെ നൽകിയിരിക്കുന്ന ഭൗതിക സംസ്കാരം, ഭൗതികേതര സംസ്കാരം എന്നിങ്ങനെ തരംതിരിച്ച് പട്ടികപ്പെടുത്തു. കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി കൂട്ടിച്ചേർക്കുമല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് കൂടുതൽ ഉദാഹരണം ഒന്നും വേണ്ട. ഈ തന്നേക്കുന്നത് എന്ത് ചെയ്യാൻ നോക്കുക, ഒന്ന് എഴുതാനായിട്ട് നോക്കുക. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ ഇതിൽ അറിയാവുന്നവർ വേഗം ഒന്ന് കമന്റ് ആയിട്ട് ചെയ്തേ. വേഗം നമുക്ക് കാണാൻ പറ്റുമോ, തൊടാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ മെറ്റീരിയൽ എഴുതാം. ഭൗതിക സംസ്കാരം. കാണാനും തൊടാനും പറ്റൂല്ലേ? നോൺ മെറ്റീരിയൽ എഴുതാം. ഓക്കെ, അപ്പൊ അറിയാവുന്നവർ വേഗം ഒന്ന് എഴുതി. വേഗം 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 വേഗം. ഓക്കെ, ആൻസർ കമന്റ് ആയിട്ട് ചെയ്താൽ മതി. യാതൊരു കാര്യം ചെയ്തു, സിമ്പിൾ. മെറ്റീരിയൽ കൾച്ചേഴ്സ് ഒന്ന് കമന്റ് ചെയ്തേ. മെറ്റീരിയൽ കൾച്ചർ അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേ വേഗം. മെറ്റീരിയൽ കൾച്ചറിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാ? മെറ്റീരിയൽ കൾച്ചറിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങളും കമന്റ് ചെയ്തേക്കാം. ഞാൻ നമ്മുടെ ചാറ്റ് ബോക്സ് നോക്കിയിട്ട് എന്ത് ചെയ്യാം, കുറച്ച് കാര്യങ്ങൾ അവിടെ എഴുതിയേക്കാം. ഓക്കെ, ഒന്നാമത്തെ സംഭവം നമുക്ക് കാണാനും തൊടാനും പറ്റുന്ന ഒരു കാര്യമാണ് ഇത്, നമ്മുടെ ഷർട്ട് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ബുക്ക് എന്ന് പറയുന്നത് കാണാനും തൊടാനും പറ്റും. പിന്നെ അതേപോലെ തന്നെ യൂട്ടൻസിൽസ് കാണാനും തൊടാനും പറ്റും. പിന്നെ അതേപോലെ തന്നെ വരുന്ന ഒരെണ്ണമാണ് നമ്മുടെ ഹൗസ്, കാണാനും തൊടാനും പറ്റും. പിന്നെ അതേപോലെ വരുന്നതാണ് ബാഗ് എന്ന് പറയുന്നത്. അതേപോലെ വരുന്നതാണ് വാച്ച് എന്ന് പറയുന്നത്. അതേപോലെ വരുന്നതാണ് നമ്മുടെ ഫോൺ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെയാണ് നമ്മുടെ സ്പീഡ് എന്ന് പറയുന്നത്, മൺവെട്ടി എന്നൊക്കെ പറയും കേട്ടോ. ഓക്കെ, സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഓക്കെ, ഏകദേശം ഇത്രയും കാര്യങ്ങളാണ് അതിൽ നമുക്ക് കാണാനും തൊടാനുമായിട്ട് പറ്റുന്നതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ തന്നേക്കുന്ന കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. ഇനി അപ്പുറത്ത് നോൺ മെറ്റീരിയൽ കൾച്ചറിൽ വരുന്ന കാര്യങ്ങൾ ഏതായിരിക്കുള്ളൂ? നമുക്ക് കാണാനും തൊടാനും പറ്റാത്തത്. ഫോർ എക്സാമ്പിൾ, ഈ പറയുന്ന മലയാളം എന്ന് പറയുന്ന ഭാഷ നമുക്ക് കാണാനും തൊടാനും പറ്റൂ? ഇല്ല, അനുഭവിക്കാനേ പറ്റുള്ളൂ, എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, മലയാളം. പിന്നെ അതേപോലെ തന്നെ രണ്ടാമതായിട്ട് ഷർട്ട്, ബുക്ക്. പിന്നെ അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിലീജിയസ് ബിലീഫ്. അത് നമുക്ക് കാണാനും തൊടാനും പറ്റാത്തതാ. ഏതാ? നോൺ മെറ്റീരിയൽ കൾച്ചറിന്റെ ഭാഗമാണ്. ഇനി അടുത്തതാണ് ഈ പറയുന്ന ലവ് എന്ന് പറയുന്നത്, സ്നേഹം. പിന്നെ അതേപോലെ തന്നെയാണ് റെസ്പെക്ട് എന്ന് പറയുന്നത്, ബഹുമാനം, റെസ്പെക്ട്. ഓക്കെ, അത് നമുക്ക് കാണാനും തൊടാനും പറ്റാത്തതാ, എക്സ്പീരിയൻസ് ചെയ്യാനേ പറ്റുള്ളൂ. അടുത്തതാണ് ലാസ്റ്റ് തുറന്നാണ് നോളജ്. ഓക്കെ, അറിവ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇതിൽ നിന്ന് എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, എങ്ങനെയാണ് നമ്മളിത് അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം എല്ലാ കുഞ്ഞുങ്ങൾക്കും സെറ്റാണ്. ഒരു ഡൗട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാറ്റ് ബോക്സിൽ വേഗം ഒന്ന് കമന്റ് ചെയ്തേ. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലായി, ഡൗട്ട് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചാറ്റ് ബോക്സ് നോക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, യെസ്. ഇനി ഇപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ഉപകാരപ്രദമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണ് എല്ലാവർക്കും. അപ്പോൾ ഇതിന്റെ ആൻസേഴ്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ തന്നിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ആൻസേഴ്സ്. ഇപ്പൊ തന്നെ നമ്മൾ എഴുതിയിരുന്നതുമാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ടൈപ്പ് ചെയ്ത ഫോർമാറ്റിൽ അവിടെ കാണിച്ചിട്ടുണ്ട് എന്നേ ഉള്ളൂ. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും ഉറപ്പാണ് പരീക്ഷയ്ക്ക് എന്തായാലും ഈ സാധനം ചോദിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അടുത്തത്, വൈ ഇന്ത്യൻ കൾച്ചർ ഈസ് കോൾഡ് ഡൈവേഴ്സ്. ഇന്ത്യൻ സംസ്കാരത്തെ വൈവിധ്യപൂർണ്ണമാണ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യൻ സംസ്കാരത്തെ അങ്ങനെ വിളിക്കാനുള്ള കാരണം എന്താണ്? ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് പറയുന്നതാണ് ഡിഫറെന്റ് സൊസൈറ്റീസ് ആൻഡ് കൾച്ചർ എക്സിസ്റ്റ് ഓൾ ഓവർ ദ വേൾഡ്. അതായത് ലോകത്താകമാനം വൈവിധ്യമാർന്ന സമൂഹങ്ങളും സംസ്കാരവും എന്ത് ചെയ്യുന്നുണ്ട്, നിലവിലുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഹാസ് വെരി റിച്ച് ആൻഡ് ഡൈവേഴ്സ് കൾച്ചർ. നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ സംസ്കാരവും വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ് എന്ന് കാണാനായിട്ട് പറ്റും. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. അതായത് ഒരുപാട് റിലീജിയൻ, ദാറ്റ് മീൻസ് മത, ജാതി, ഗോത്ര വൈവിധ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. മെനി റിലീജിയസ്, കാസ്റ്റ് ആൻഡ് ട്രൈബൽ ഗ്രൂപ്പ്സ് live in India. Each group has its own special tradition and the way of life. അതിൽ ഓരോ വിഭാഗത്തിനും തനതായിട്ടുള്ള പാരമ്പര്യവും സംസ്കാരവും ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, എത്രത്തോളം മതവിഭാഗങ്ങൾ ഇന്ത്യയിലുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള വിശ്വാസ രീതികളും അതേപോലെ തന്നെ തനതായിട്ടുള്ള പാരമ്പര്യവും സംസ്കാരവും ഒക്കെ അവർക്കുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ആയി കഴിയുമ്പോൾ ഒരുപാട് വിശ്വാസ രീതികളൊക്കെ എല്ലാം കൂടി വിശ്വാസ രീതികൾ മാത്രമല്ല
അവരുടെ പാരമ്പര്യ സംസ്കാരങ്ങളും എല്ലാം കൂടെ കൂടി കഴിയുമ്പോൾ ഒരുപാട് വൈവിധ്യങ്ങളാൽ സമ്പന്നമാവൂല ഇന്ത്യ, സ്വാഭാവികമായിട്ടും സംസ്കാരങ്ങളാൽ സമ്പന്നമാവൂലേ. അപ്പോൾ അതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തേക്കുന്നത്, ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഇന്ത്യയിൽ ഇത്രയ്ക്കധികം സംസ്കാരങ്ങൾ നിലനിൽക്കാനായിട്ട് കാരണം? ഒന്ന്, ഇന്ത്യയിൽ ഒരുപാട് ജനസംഖ്യയുണ്ട്. രണ്ടാമതായിട്ട് ഇന്ത്യയിൽ ഒരുപാട് ഈ പറയുന്ന ജാതി മത ഗോത്ര വിഭാഗങ്ങളുണ്ട്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള രീതികളും സംസ്കാരങ്ങളും ആചാരങ്ങളും ഉണ്ട്. ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ സംസ്കാരങ്ങളിൽ വൈവിധ്യപൂർണ്ണമാണ് എന്ന് പറയാനായിട്ട് അവിടെ പറ്റും. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുകയാണ് വേണ്ടത് ഇതേ രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ശരിക്കും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കില്ല തന്നേക്കുന്നത്. മാക്സിമം എക്സാമിന് ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ പോയിന്റ് ഓഫ് വ്യൂലാണ് ഓരോ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് പോകാനായിട്ട് ശ്രമിച്ചേക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു പോകുന്ന ഒരു ഫീല് പോകില്ലേ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഡയറക്റ്റ് ഇത് പരീക്ഷയ്ക്ക് ഒരു ചോദ്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റണം. എങ്ങനെയൊക്കെ ആയിരിക്കും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നത്, ആ ഒരു രീതിയിലാണ് ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, പറഞ്ഞു പോകുന്നത്. ഇന്ത്യയിലത്തെ വൈവിധ്യങ്ങളെ കാണിക്കുന്ന അല്ലെങ്കിൽ സംസ്കാരങ്ങളെയൊക്കെ കാണിക്കുന്ന ഒരു കാര്യം നമ്മുടെ 500 rupees നോട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ ഒരൊറ്റ സംഭവം ഞാൻ കാണിച്ചു തരാം. ഇത് 500 രൂപയുടെ നോട്ടാണ്. ഇതിന്റെ ബാക്ക് സൈഡിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സംഗതി കാണാനായിട്ട് പറ്റും. എന്താണ് അവിടെ കാണാൻ പറ്റുന്നത്? നമ്മുടെ റെഡ് ഫോർട്ട് കാണാൻ പറ്റും, ചെങ്കോട്ട കാണാനായിട്ട് പറ്റും. അതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ ഒരു സൈഡിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഭാഷകൾ എഴുതിയേക്കുന്നതായിട്ട് കാണാൻ പറ്റും. അത് ആക്ച്വലി നമ്മുടെ സംസ്കാരത്തെ സൂചിപ്പിക്കുന്നതല്ലേ. ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നോക്കി ഏകദേശം ഒന്ന് നോക്കാൻ പാടില്ല. അറിയാവുന്നവർ വേഗം വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. എത്ര ഭാഷകളിലാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യം ഒരു നോട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഒന്നും കൂടെ ചോദിക്കുന്നു, എത്ര ഭാഷകളിലാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്? കേട്ടോ, എത്ര ഭാഷകളാണ്? ഇത് കൗണ്ട് ചെയ്ത് നോക്കാതെ എന്ത് ചെയ്യണം, ആൻസർ അറിയാവുന്നവര് കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, യെസ്. ഇവിടെ 500 രൂപ എന്നൊക്കെ എഴുതിയേക്കുന്ന കാണാം, നമ്മുടെ മലയാളത്തിലൊക്കെ നോട്ട് ചെയ്തേക്കുന്ന കാണാൻ പറ്റും. അപ്പൊ എത്ര ഭാഷകളിലാണ് എന്നുള്ളത് ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്. ഇതാണ് ആ ഒരു ചോദ്യം. ലാംഗ്വേജസ് പ്രിന്റഡ് ഓൺ അവർ കറൻസി. ഏതൊക്കെ ഭാഷകളാണ്? ആസാമീസ്, ബംഗാളി, ഗുജറാത്തി, കന്നഡ, കാശ്മീരി, കൊങ്കണി, അതേപോലെ മലയാളം, മറാത്തി, നേപ്പാളി, ഒഡിയ, പഞ്ചാബി, സാൻസ്ക്രിറ്റ്, തമിഴ്, തെലുങ്കു, അതേപോലെ തന്നെ ഉറുദു. ഓക്കെ, ഇത്രയും ഭാഷകൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ കറൻസിയുടെ ബാക്കിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ രൂപയുടെ മൂല്യം അവിടെ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്രാമത്തെ ഷെഡ്യൂളിലാണെന്ന് അറിയോ ഈ പറയുന്ന ഭാഷകൾ ഉൾപ്പെടുത്തിയേക്കുന്നത്? നമ്മുടെ എത്രാമത്തെ ഷെഡ്യൂളിലാണെന്ന് അറിയോ ഭാഷകൾ ഉൾപ്പെടുത്തിയേക്കുന്നത്? അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ഒരുപാട് ഷെഡ്യൂളുകൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടെന്ന് അറിയാം. അപ്പൊ അതിൽ എത്രാമത്തെ ഷെഡ്യൂളിലാണ് നമ്മുടെ ലാംഗ്വേജസ് ഉൾപ്പെടുത്തിയേക്കുന്നത്? ഓക്കെ, യെസ്, 7ാമത്തെ ഷെഡ്യൂൾ. കുറച്ചുപേര് കമന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ആ ഒരു എത്രാമത്തെ ഷെഡ്യൂൾ ആണെന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇനി 7ാമത്തേൽ ശരിക്കും ലിസ്റ്റുകളെ കുറിച്ചിട്ടാണോ പറയുന്നത്? ഒരാൾ 7 കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 7ാമത്തേൽ ശരിക്കും ലിസ്റ്റുകളെ കുറിച്ചിട്ടാണോ പറയുന്നത്? ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഭാഷകളെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. ഏതൊക്കെ ഭാഷയാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് എന്നുള്ളത്? ആസാമീസ്, ബംഗാളി, ബോഡോ, ഡോഗ്രി, ഗുജറാത്തി, ഹിന്ദി, കന്നഡ, കാശ്മീരി, കൊങ്കണി, മൈഥിലി, മലയാളം, മണിപ്പൂരി, മറാത്തി, നേപ്പാളി, ഒഡിയ, പഞ്ചാബി, സംസ്കൃത്, അതേപോലെ സാന്താളി, സിന്ധി, തമിഴ്, തെലുങ്ക്, ഉറുദു. ഇത്രയും ഭാഷകൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഷ മിസ്സിംഗ്. ഏത് ഭാഷയാണ്? സാധാരണ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കാറുള്ള ഒരു ലാംഗ്വേജ് ആണ്, പക്ഷേ ആ ഒരു ഭാഷ ഇതിൽ ഇല്ല. ഓക്കെ, ഏത് ഭാഷയാണെന്ന് അറിയാവുന്നവർ ഒന്ന് കമന്റ് ചെയ്തോട്ടാ. ഏത് ഭാഷയാണെന്ന് മനസ്സിലായവർ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും ഭാഷകൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, ഓട് വൺ ഔട്ടൊക്കെ ആയിട്ട് ചോദിക്കാം. അതായത് ഏതൊക്കെ ഭാഷകൾ പെടുന്നത് പെടാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ജസ്റ്റ് ഈ ഭാഷകളൊക്കെ എന്ത് ചെയ്തു ഒന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ 2 ക്ലാസ്സുകളായിട്ടായിരിക്കും ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഫീച്ചേഴ്സ് ഓഫ് കൾച്ചർ. സംസ്കാരത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒന്ന് ഉറക്കെ പറയണം എൻ്റെ ഒപ്പം. കൾച്ചർ ഈസ് ലേൺഡ്, കൾച്ചർ ഈസ് ഷെയർഡ്, കൾച്ചർ ഈസ് സിംബോളിക്, കൾച്ചർ ഈസ് ഡൈനാമിക്, കൾച്ചർ ഈസ് കസ്റ്റമറി. ഓക്കെ, അതായത് സംസ്കാരം പഠിച്ചെടുക്കുന്നതാണ്, സംസ്കാരം എന്ന് പറഞ്ഞാൽ പങ്കുവയ്ക്കുന്നതാണ്, സംസ്കാരം പ്രതീകാത്മകമാണ്, ചലനാത്മകമാണ്, സാമ്പ്രദായികമാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കൾച്ചറിന്റെ ഫീച്ചേഴ്സ് അഥവാ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞ്, കൾച്ചർ ഈസ് ലേൺഡ്, കൾച്ചർ ഈസ് ഷെയർഡ്, കൾച്ചർ ഈസ് സിംബോളിക്, കൾച്ചർ ഈസ് ഡൈനാമിക്, കൾച്ചർ ഈസ് കസ്റ്റമറി. ഓക്കെ, സംസ്കാരം പഠിച്ചെടുക്കുന്നതാണ്, സംസ്കാരം പങ്കുവയ്ക്കുന്നതാണ്, പ്രതീകാത്മകമാണ്, ചലനാത്മകമാണ്, സാമ്പ്രദായികമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൾച്ചർ
കൾച്ചറിന്റെ ഫീച്ചേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ലേൺഡ് എന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തിൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുകയുള്ളൂ. നമ്മൾ ഓരോ കാര്യവും മറ്റുള്ള ഒരാളോട് എങ്ങനെ പെരുമാറണം അത് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കണ്ടു പഠിക്കുന്നതല്ലേ ആ ഒരു സംഭവം. പിന്നെ അതേപോലെ ഓണത്തിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഓണത്തിന്റെ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഫുഡ് വെച്ച് ഒറ്റയ്ക്ക് കഴിക്കുകയാണ് ഓണത്തിന് ചെയ്യുന്നത് അല്ല. സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ വീടുകളിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഏതെങ്കിലും ചിലപ്പോൾ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് പേര് സാമ്പാർ കൊണ്ടുവരാന്ന് പറയും, കുറച്ച് പേര് പപ്പടം കൊണ്ടുവരാന്ന് പറയും, കുറച്ച് പേര് എന്ത് ചെയ്യാം ചോറ് കൊണ്ടുവരാന്ന് പറയും, അതേപോലെ കറികൾ മറ്റുള്ളവർ കൊണ്ടുവരാന്ന് പറയും. ഇതെല്ലാം കൂടെ അന്നത്തെ ദിവസം എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കഴിക്കുക ചെയ്യുന്നത്. സോ കൾച്ചർ ഈസ് ഷെയർഡ്, കൾച്ചർ ഈസ് ലേൺഡ്. നമ്മൾ ഒരാളോട് എങ്ങനെ പെരുമാറണം എന്ന് നമ്മൾ പഠിക്കുക ചെയ്യുന്നത്. കൾച്ചർ ഈസ് സിംബോളിക്. നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിന്റെ ഒരു ചിഹ്നം മനസ്സിലേക്ക് ഓർക്കുക, അതേപോലെ പല പല സിംബൽസ് മനസ്സിലേക്ക് ഓർക്കുക. സോ ആ ഒരു സിംബൽ എന്ന് പറയുന്നത് കൾച്ചറിന്റെ ഭാഗമാണ്. സോ കൾച്ചർ ഈസ് സിംബോളിക്. സംസ്കാരം പ്രതീകാത്മകമാണ്. ഇതിനെയൊക്കെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. ഓക്കെ, സോ ഈ പറയുന്ന ഫീച്ചേഴ്സ് ഓഫ് കൾച്ചർ എന്റെ ഒപ്പം ഒരു പ്രാവശ്യം ഒന്ന് പറഞ്ഞു നോക്കി. കൾച്ചർ ഈസ് ലേൺഡ്, കൾച്ചർ ഈസ് ഷെയർഡ്, കൾച്ചർ ഈസ് സിംബോളിക്, കൾച്ചർ ഈസ് ഡൈനാമിക്, കൾച്ചർ ഈസ് കസ്റ്റമറി. സംസ്കാരം പഠിച്ചെടുക്കുന്നതാണ്, സംസ്കാരം പങ്കുവയ്ക്കുന്നതാണ്, സംസ്കാരം പ്രതീകാത്മകമാണ്, സംസ്കാരം ചലനാത്മകമാണ്, സംസ്കാരം സാമ്പ്രദായികമാണ്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഓടിച്ചു വരാം. നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ പുസ്തകത്തിലെ ഒരു കാര്യമാണ് എന്ത് ചെയ്തേക്കുന്നത്, ഇവിടെ തന്നേക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി, എന്തൊക്കെ കാര്യങ്ങളാണ്, ഡൈവേഴ്സിറ്റീസ് ആണ്, വൈവിധ്യങ്ങളാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. ലാംഗ്വേജ്, കളർ, ട്രഡീഷൻ, ജോഗ്രഫി, കൾച്ചർ, ഫെസ്റ്റിവൽ, മ്യൂസിക് ആൻഡ് ഡാൻസ്, അതേപോലെ തന്നെ ലൈഫ് സ്റ്റോറീസ്, ഇത്രയും കാര്യങ്ങൾ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഭാഷ, നിറങ്ങൾ, പാരമ്പര്യം, അതേപോലെ ഭൂമിശാസ്ത്രം, സംസ്കാരം, ഉത്സവങ്ങൾ, സംഗീതവും നൃത്തവും, ജീവിത കഥകൾ, ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ തലയിൽ തലപ്പാവ് വെച്ചേക്കുന്ന ഒരു ചേട്ടൻ, കാര്യം അത് മലയാളിയൊക്കെയാണ്, ചില സാഹചര്യങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് പോയ ചേട്ടനാണെന്നുണ്ടെങ്കിലും അത് രാജസ്ഥാനിലെ ഒരാളുടെ ഡ്രസ്സിംഗ് സ്റ്റൈലിനെയാണ് സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ ഒരു ട്രഡീഷണൽ വെഡിങ്, രാജസ്ഥാനിലെ ഒരു വെഡിങ് സ്റ്റൈൽ, വാളായിട്ട് നിൽക്കുന്ന ചേട്ടൻ എന്തിനാണ് കല്യാണത്തിന് വാള് കൊണ്ടുപോയി എന്നുള്ള എനിക്കറിയില്ല. ഇനി അതിനുശേഷം ഇത് കേരളത്തിലെ കുറച്ച് വിശ്വാസ രീതികളും മറ്റു കാര്യങ്ങളും, പിന്നെ അതേപോലെ തന്നെ കേരളത്തിലെ കുറച്ച് ആചാരങ്ങളും മറ്റു കാര്യങ്ങളാണ് ഇപ്പുറത്ത് തന്നേക്കുന്നത്. ഇവിടെ രാജസ്ഥാനിലെ കാര്യങ്ങളൊക്കെയാണ് തന്നേക്കുന്നത്, സെലിബ്രേഷൻസും ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തൊക്കെയാണ് രാജസ്ഥാനെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ സിമിലാരിറ്റീസ് നമ്മൾ പഠിച്ചു, എന്തൊക്കെയാണ് രണ്ടും സ്ഥലങ്ങൾ തമ്മിലുള്ള അവിടുത്തെ വ്യത്യാസങ്ങൾ എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഗജമേളയും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ മാത്രമേ ഉള്ളൂ, ഇവിടെ അത്ര പോപ്പുലർ അല്ല. ഡ്രസ്സിംഗ് സ്റ്റൈൽസ് രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ വ്യത്യാസമുള്ളതായിട്ട് കാണാൻ പറ്റും. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചതാണ് അവിടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഫുഡ്, ക്ലോത്ത്, ലാംഗ്വേജ്, ഫെസ്റ്റിവൽ, എന്റർടൈൻമെന്റ്, മോണ്യുമെന്റ്സ്, ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു പിക്ചർ കണ്ടിട്ട് അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മൾ പഠിച്ചത് കൾച്ചർ എന്താണെന്നുള്ളത് എല്ലാ പോയിന്റ്സും പറയുന്നില്ല, ഈ ഒരു പോയിന്റ് മാത്രം. ദ ഐഡിയാസ്, കസ്റ്റംസ് ആൻഡ് സോഷ്യൽ ബിഹേവിയേഴ്സ് ഓഫ് എ പെർട്ടിക്കുലർ പീപ്പിൾ ഓർ എ സൊസൈറ്റി. പ്രത്യേക ആളുകളുടെയോ സമൂഹത്തിന്റെയോ ആശയങ്ങൾ, ആചാരങ്ങൾ, സാമൂഹിക പെരുമാറ്റം, ഇതെല്ലാം കൂടെ ചേർന്ന ഒരു കാര്യത്തെയാണെന്ന് പറയുന്നത് അവിടെ സംസ്കാരം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത്രയും കാര്യങ്ങളെ കൾച്ചർ എന്നുള്ള സെക്ഷനിൽ നോക്കാനായിട്ടുള്ളൂ. പിന്നെ അവിടെ നോക്കാനായിട്ടുള്ളത് ഈ സെക്ഷനാണ്. കൾച്ചറിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? മെറ്റീരിയൽ കൾച്ചറും നോൺ മെറ്റീരിയൽ കൾച്ചറും, ഭൗതിക സംസ്കാരവും ഭൗതികേതര സംസ്കാരവും. എന്താണ് ഭൗതിക സംസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനും തൊടാനായിട്ട് പറ്റിക്കഴിഞ്ഞ സാധനങ്ങളാണെങ്കിൽ ഭൗതിക സംസ്കാരം എന്ന് പറയും. കാണാനും തൊടാനും പറ്റാത്ത സാധനങ്ങളാണെങ്കിൽ ഭൗതികേതര സംസ്കാരങ്ങൾ എന്ന് പറയും. ഓക്കെ, മെറ്റീരിയൽ കൾച്ചറും നോൺ മെറ്റീരിയൽ കൾച്ചറും. ഈ എക്സാമ്പിൾ സഹിതം ഓർത്തിരുന്നു, എന്തായാലും എക്സാമിന് കാണാനായിട്ട് പറ്റും, പഠിച്ചിരുന്നോളണം. ഓക്കെ, യെസ്. അപ്പോൾ മെറ്റീരിയൽ കൾച്ചർ മറക്കരുത്, കാണാനും തൊടാനും പറ്റും, അപ്പുറത്താണെങ്കിൽ എന്ത് ചെയ്യൂല, അത് പറ്റൂല. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും മിക്കവാറും എന്ത് ചെയ്യുന്നത്, എക്സാമിന് ചോദിക്കുന്നത്. ഈ പറയുന്ന ഈ ഒരു ടേബിളിൽ ഞാൻ കൊടുത്തേക്കുന്ന പോലുള്ള ഒരു ചോദ്യമായിരിക്കും മിക്കവാറും പരീക്ഷയ്ക്ക് കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ ഇന്ത്യൻ കറൻസിയുടെ ബാക്കിൽ കാണുന്ന ആ ഒരു ലാംഗ്വേജസ് ഏതൊക്കെയാണ് അത് നോക്കിയേക്കുക. പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഭാഷകൾ ഏതൊക്കെയാണ് എന്നും നോക്കിയേക്കുക. ഓക്കെ, പിന്നെ ഫീച്ചേഴ്സ് ഓഫ് എ കൾച്ചർ. കൾച്ചർ ഈസ് ലേൺഡ്, ഷെയർഡ്, സിംബോളിക്, ഡൈനാമിക്, കസ്റ്റമറി. പഠിച്ചെടുക്കുന്നതാണ്, പങ്കുവയ്ക്കുന്നതാണ്, പ്രതീകാത്മകമാണ്, ചലനാത്മകമാണ്, സാമ്പ്രദായികമാണ്. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഇന്ന് പഠിക്കാനായിട്ടുള്ളൂ. ഈ ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ട് തൊട്ടടുത്ത ദിവസങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, കണ്ടിട്ട് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ നമ്മുടെ വീഡിയോയുടെ താഴെ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യാം, ഓക്കെ ആയിരുന്നോ അല്ലയോ എന്നൊക്കെ ഉള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പീനിയൻസ് ഒക്കെ എന്ത് ചെയ്യുക, വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. സോ അതുവരെ ടാറ്റാ.